പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിന്റെ റോൾ ഔട്ടും അവിടുത്തെ ഒരു ക്ലിനീഷ്യൻ അറിയേണ്ടത് എന്തൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ പരിശീലനത്തിന്റെ വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, സമകാലിക പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. നമുക്ക് അതേ പ്രതി വളരെ കോംപ്രഹെൻസീവ് ആയിട്ടൊരു ഉത്തരവും നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സാർ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിപിൻ ഗോപാൽ സാറാണ് ഇത് ജില്ലകളിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടായ ശ്രമത്തിലൂടെയാണ്. കൂട്ടായ ശ്രമത്തിൽ NCDയുടെ നോഡൽ ഓഫീസർ, RDM നോഡൽ ഓഫീസർ, ശ്വാസിന്റെ നോഡൽ ഓഫീസർ എന്നിവർ വളരെ മേജർ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് താഴെ തട്ടിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും PHC, FHC, CHCകളിൽ കേസുകളെ കാണുന്ന ഡോക്ടർമാരാണ്. അവരെന്ത് കണ്ടാൽ റെഫർ ചെയ്യണം, എന്തായിരിക്കണം റെഡ് ഫ്ലാഗ് സയൻസ്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. നമ്മുടെ ഈ കോവിഡ് വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് ഡിസ്ചാർജ് ആയി പോയ ആൾക്കാരിൽ പലരിലും പല രീതിയിലുള്ള രോഗങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഭയങ്കര ക്ഷീണമാകാം, എക്സ്ട്രീം ടയർഡ്നെസ് ആകാം, ചിലപ്പോൾ പനിയാകാം, അതുപോലെയുള്ള മൈൽഡ് ഡയറി ആകാം, മൈൽഡ് സിംറ്റംസ് ആകാം. ചിലപ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോയി ലങ് ഫൈബ്രോസിസ് പോലെയുള്ള, മയോകാർഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസിലേക്ക്, സൈക്കോളജിക്കൽ ഇഷ്യൂസിലോട്ടൊക്കെ പോകുന്ന കാണുന്നു. രോഗങ്ങളെ നമുക്ക് തന്നെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എല്ലാ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജ് തൊട്ട് PHSCകളിൽ വരെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് എങ്ങനെയാണ്, അത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ട്രെയിനിങ്. അപ്പൊ ഇന്നത്തെ ഈ ട്രെയിനിങ്ങിന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിലെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ അരവിന്ദ് സാറാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഷെയർ ചെയ്യാം. അത് എന്താണ് ഈ ക്ലിനിക്സ്, അത് എങ്ങനെയാണ്, ആരാണ് നിർവഹിക്കുക എന്നുള്ള ആ ഒരു ബേസിക് മിനിമം കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ആ ഗൈഡ് ലൈൻസിലൂടെ ഒന്ന് കടന്നു പോകണം. കാരണം അതിനകത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പൾമണറി റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വരെ ആ ഗൈഡ് ലൈൻസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ PHCയിലും FHCയിലും CHCയിലുമാണ് നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രൈമറി കെയർ ലെവലിൽ. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലൊക്കെ തന്നെ റെഫറൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ PHCയിലും CHCയിലും കണ്ട രോഗികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരെയാണ് നമ്മൾ ഈ റെഫറൽ ക്ലിനിക്സിലേക്ക് പറഞ്ഞു വിടുക. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റിലും ഇതിന്റെ ചാർജ് വഹിക്കുന്നത്, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത് NCD ഡിവിഷനെയാണ്. അതുപോലെ ജില്ലകളിലും ഡെപ്യൂട്ടി DMO ഓഫ് NCDക്കാണ് ഇതിന്റെ ചാർജ്. അപ്പൊ അവരായിരിക്കും ഈ കാര്യത്തിൽ നിങ്ങളെ നയിക്കുക ജില്ലകളിൽ. NCD നോഡൽ ഓഫീസറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശ്വാസിന്റെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്. ശ്വാസ് നമുക്കറിയാം COPDക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ എന്തുകൊണ്ട് ശ്വാസിന്റെ നോഡൽ ഓഫീസറിനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെസ്പിറേറ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരാൻ സാധ്യതയുള്ളത് റെസ്പിറേറ്ററി മെഡിസിനിലായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ശ്വാസിന്റെ നോഡൽ ഓഫീസേഴ്സ് സപ്പോർട്ടിംഗ് നോഡൽ ഓഫീസേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർദ്രത്തിന്റെ ജില്ലയിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സിനും ഇതിന്റെ ഒരു കോർഡിനേഷന്റെ ചാർജ് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് ചേഞ്ച്. അപ്പൊ ഇത് നെക്സ്റ്റ് ഓക്കെ കറക്റ്റ്. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് നടത്തുന്നത് ട്രെയിനിങ് ഡിവിഷനാണ്. അത് നമ്മുടെ ഡോക്ടർ ദിവ്യ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ട്രെയിനിങ് ഡിവിഷൻ ആണ് ഇതിന്റെ ട്രെയിനിങ്സ് ഓർഗനൈസ് ചെയ്യുക. മൂന്ന് ലെവലിലാണ് ട്രെയിനിങ് അതിന്റെ TOT നടക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ സോണാണ് ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ട്രെയിനിങ്ങിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളാണ് ഇതിനെ താഴേക്ക് ഇതിന്റെ ഈ നോളജ് സർക്കുലേറ്റ് ചെയ്യേണ്ട ആൾക്കാർ. അപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസേഴ്സ്, സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ ടീമാണ്. നമ്മുടെ അരവിന്ദ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തയ്യാറാക്കിയ ഒരു ട്രെയിനിങ് ആണ്. അതിന്റെ മോഡ്യൂൾസ് ആണ് ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്.
പിന്നെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ ഇത് നമുക്ക് എല്ലാ ദിവസവും ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് നടത്തേണ്ട ഒരു ആവശ്യകതയില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതും ഫിക്സഡ് സമയത്തേക്ക്. അത് നമ്മുടെ ജോലിഭാരം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡീഷണൽ മാൻ പവറിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എല്ലാ PHCയിലും എല്ലാ CHCയിലും എല്ലാ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിലും ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ഫിക്സഡ് ഡേ, നമ്മൾ തേഴ്സ്ഡേ എന്നാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചയും 12 മണി തൊട്ട് 2 മണി വരെ നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഇതിന്റെ റെഫറൽ ക്ലിനിക്സും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീൽഡിൽ നിന്നാണ് നമുക്ക് ആൾക്കാരെ കിട്ടേണ്ടത്. നമ്മുടെ PHC ഏരിയയിൽ, നമ്മുടെ CHC ഏരിയയിലൊക്കെ തന്നെ കോവിഡ് വന്ന് ഡിസ്ചാർജ് ആയ രോഗികൾ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരാം, ചിലപ്പോൾ അവർ വരാതിരിക്കാം. അപ്പോൾ ഇവരെ പ്രോ ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആശാ വർക്കേഴ്സും നമ്മുടെ ഫീൽഡ് വർക്കേഴ്സും ഫീൽഡിൽ ഇറങ്ങി, നമ്മുടെ കയ്യിലെല്ലാം ലൈൻ ലിസ്റ്റ് ഉണ്ട്. ഈ കോവിഡ് വന്ന രോഗികളെ സെൻസിറ്റൈസ് ചെയ്ത് ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിനെ കുറിച്ച് അവരെ ബോധവൽക്കരിച്ചിട്ട ശേഷം അവരെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ക്ലിനിക്കുകളിലേക്ക് കൊണ്ടുവരിക. അപ്പം അവിടെ ഒരു പ്രോ ആക്റ്റീവ് റെക്കോർഡ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ 2 ഡേറ്റയും നമുക്ക് ആവശ്യമാണ്. ഒന്ന്, പോസിറ്റീവായി പോയി ഡിസ്ചാർജ് ആയ ശേഷം സിംറ്റംസ് ഉണ്ട്, അവർ നമ്മുടെ ആശുപത്രിയിൽ വന്നവർ, പിന്നെ ആശുപത്രിയിൽ വരാത്ത ആൾക്കാർ. എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ വരാത്ത ആൾക്കാരെ കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അത് ഈ കോവിഡിൻ്റെ കൊണ്ട് ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലിനിക്സിൽ, പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ വരാത്ത ആൾക്കാരെ കൂടെ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് റെഫറൽ ക്ലിനിക്സുകളിലും അവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ നമ്മൾ അവിടെ നിയോഗിക്കണം. കാരണം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. മോസ്റ്റ്ലി റെസ്പിറേറ്ററി ആണ്, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിൻ ആയിരിക്കാം, ന്യൂറോളജിക്കലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും ചേർത്തിട്ട് ഒരു ടീം ആയിരിക്കണം അവിടെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഓരോ ആശുപത്രിയിലും ഇതിനു വേണ്ടിയിട്ട് ഒരു നോട്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം. നമുക്ക് ഈ വരുന്ന എല്ലാ രോഗികളെയും നമുക്ക് ട്രീറ്റ് ചെയ്യാനോ എല്ലാ രോഗികളെയും നമുക്ക് ജില്ലാ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും പറഞ്ഞു വിടാനോ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ അതൊരു ആവശ്യമില്ലാത്ത ക്രൗഡിങ്ങും ആൾക്കാരെ നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുക. ഒരു സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ആദ്യം നമ്മൾ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും സ്പെഷ്യലിസ്റ്റുമായിട്ട് ആദ്യം ഒരു ടെലി കൺസൾട്ടേഷൻ നടത്തിയിട്ട് ആവശ്യമുള്ളവർ മാത്രം ഈ ആശുപത്രികളിലേക്ക് പോയാൽ മതി. ഇതിനു വേണ്ടിയിട്ട് ഒരു ഈ സഞ്ജീവനിയുടെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ടൈം അതിനുവേണ്ടി ടിയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് പൾമിനറി റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, ന്യൂറോളജി റീഹാബിലിറ്റേഷനുള്ള ആൾക്കാരുണ്ടാവും, കാർഡിയോളജിയുടെ ഫോളോ അപ്പ് ഉള്ള ആവശ്യം ആൾക്കാരുണ്ടാവും. അവരെല്ലാം കൺസേൺഡ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ പറഞ്ഞു വിടുക. പിന്നെ നമ്മുടെ തന്നെ സിസ്റ്റത്തിലുള്ള ശ്വാസ് ക്ലിനിക്സിൽ പൾമിനറി റീഹാബിലിറ്റേഷൻ എല്ലാ ജില്ലാ ആശുപത്രിയിലും ഉണ്ട്, എല്ലാ FHCകളിലും ഉണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൾമിനറി റീഹാബിലിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്വാസ് ക്ലിനിക്സുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യാം. അതുപോലെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലെത്തിയാം. അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജസിലുള്ള സർവീസും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിന്റെ സാധ്യതയും കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കൂടുതൽ നമുക്ക് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ടെലിമെഡിസിൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. അതുപോലെ നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഏത് ആശുപത്രിയിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്തത് ആ ആശുപത്രിയിലേക്ക് തന്നെ അവരെ പറഞ്ഞു വിടണം. കാരണം അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണ് നോക്കിയത്. അതുകൊണ്ട് അവരുമായിട്ട് ഒരു ലിങ്ക് നമ്മൾ എപ്പോഴും വെക്കുക.
അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ സഹായം നമ്മൾ എപ്പോഴും നമുക്ക് ഇതിനകത്ത് തേടാവുന്നതാണ്. മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക, കാരണം ജനങ്ങൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ നമ്മുടെ ക്ലിനിക്കുകളിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് മാസ് മീഡിയ, ERD, എന്തൊക്കെ നമുക്ക് നെറ്റ്വർക്കുകളുണ്ടോ അതിലൂടെ എല്ലാം ഇങ്ങനെ ഒരു ക്ലിനിക് ഉള്ള കാര്യം നമ്മൾ ജനങ്ങളെ അറിയിക്കുക. ഏറ്റവും അത്യാവശ്യം നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ അവിടെ വരുന്ന എല്ലാ രോഗികൾക്കും വേണ്ടിയിട്ട് ഒരു പേജ് ആ ഒരു രജിസ്റ്ററിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ വയ്ക്കണം, ക്ലയന്റ് രജിസ്റ്റർ പോലെ. കാരണം അടുത്ത പ്രാവശ്യം അവർ വീണ്ടും വരുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ പേജിലേക്ക് ആവരുത്, അവരെ ആ ഒരു പേജിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതായത് പറ്റുമെങ്കിൽ മാക്സിമം ഏറ്റവും കൂടുതൽ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. പേഷ്യൻസ് ഉണ്ട്, അവർക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് ലൈക്ക് ഡിസ്നിയ, പാൽപിറ്റേഷൻ, ചെസ്റ്റ് പെയിൻ, യൂണിലാറ്ററൽ പീഡൽ എഡിമ, സിങ്കോപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ത്രൂ ആശ or through directly they can visit the post-COVID clinics and the PHC, FHC and CHC. And the patients who need further care, they can consult through the telemedicine with our secondary care institutions. അങ്ങനെ ഒരു ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ നടത്തിയ ശേഷം if we find that they need a real treatment, they can be referred to our secondary care centers or tertiary care centers. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നെക്സ്റ്റ് സ്ലൈഡ്. ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു റിസോഴ്സ് പേഴ്സന്റെ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് ഞാൻ അധികം സമയം ഞാൻ അപഹരിക്കുന്നില്ല. നമുക്ക് അരവിന്ദൻ സാറിന്റെ ക്ലാസ് എല്ലാവരും ഒരു വളരെ ശ്രദ്ധയോടെ കേൾക്കുക, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ താഴേക്ക് നമ്മുടെ മറ്റു ഡോക്ടേഴ്സിനും നമ്മുടെ ബാക്കി ഫീൽഡ് സ്റ്റാഫിനും എല്ലാവർക്കും ഈ നോളജ് കൈമാറുക. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു സർ. Good afternoon. So, like thank Vipin Gopal sir, NHM Training Division, Dr. Divya for this opportunity. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറി ലാസ്റ്റ് വീക്കിൽ ഗവൺമെന്റ് ഓഫ് കേരള പുറത്തിറക്കി. സോ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ ഗൈഡ് ലൈനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇറ്റ്സ് എ 28-page document ഇൻക്ലൂഡിംഗ് വാട്ട് ഈസ് ടു ബി ഡൺ ഫോർ വോളണ്ടറി റീഹാബിലിറ്റേഷൻ. അത് ആക്ച്വലി അതിൽ പറയുന്നുണ്ട്. Anyway, I will take you through the document. We know that is a long post-acute COVID-19 syndrome. പല പേരിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആദ്യം ലോങ് കോവിഡ് എന്ന് പറഞ്ഞു, then acute post-COVID syndrome എന്ന് പറഞ്ഞു, ഇപ്പം post-acute COVID-19 syndrome. എന്ത് ടേം ആയാലും കുഴപ്പമില്ല. So even WHO has accepted that at least in a certain subset of patients, the COVID-19 can lead to long-term effects. And this has been called as a post-acute COVID-19 or long COVID-19. It's actually a multi-system disease, sometimes occurring even after a relatively mild acute illness. So that is actually important. So even after a mild illness, some patients can develop a lingering symptoms which can persist for more than 21 days. That is, post-acute COVID-19 is defined as manifestations extending beyond 3 weeks from the onset of first symptoms, and chronic COVID-19 is symptoms extending beyond 12 weeks. സോ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ നമുക്ക് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ സ്റ്റഡി UK കോവിഡ് സിംറ്റം രജിസ്ട്രി എന്നാണ്. അതിലുള്ള ഡേറ്റ പറയുന്നത് ഈ അക്യൂട്ട് കോവിഡ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, അതായത് 21 ഡേയ്സിന് ശേഷവും സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നവർ അറൌണ്ട് 10%. ക്രോണിക് COVID-19 സിൻഡ്രോം, ദാറ്റ് ഈസ് സിംറ്റംസ് പെർസിസ്റ്റിംഗ് ബിയോണ്ട് 3 months ഫ്രം സിംറ്റം ഓൺസെറ്റ്, അത് 2% ആൾക്കാരിലാണ്. So the pathophysiology of post-COVID syndrome with its myriad multi-system manifestations is postulated to be persistent low-level inflammation or relapsing inflammation due to dysregulated immune response. Now, this is a very, very important slide. Means even some doctors also have a misconception that once the antigen is negative, then the patients are not likely to progress. So the ഏറ്റവും കൂടുതൽ പേഷ്യൻസിന്റെ സൈഡിലാണ് പ്രശ്നം. നമ്മൾ ഈ ആൻജിൻ പോസിറ്റീവായിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഇനി എന്നാണ് ഇനി അടുത്ത ആൻജിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലരും വിചാരിക്കുന്ന ആൻജിൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡിസീസ് ഓൺ പ്രോഗ്രസ് എന്നുള്ളത്. We know that is the truth in around 97% of the cases. Now, once the antigen is negative, then they are really cured. But then we need to know one thing. നമ്മുടെ ഈ കോവിഡിന്റെ പത്തോഫിസിയോളജിയിൽ നാച്ചുറൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ as per the literature, around 10 to 15% will progress to severe disease and 5% become critically ill. So when we analyze the data from Kerala, the severity is there only in say 4% cases,
and the critically ill, those who require ICU care is around 1.5 to 2%. Okay. So ഇവരിലെല്ലാം തന്നെ the recovery may take around say 3 to 6 weeks. അതാണ് ഈ ഗ്രാഫ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിസ്ചാർജ് പ്രോട്ടോകോളില് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. The focus is not on just on this antigen negativity. Focus is also on clinical stability. Clinically stable ആയിട്ടുള്ള ഒരാൾ ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാണ് പറയുന്നത്. ക്ലിനിക്കൽ സ്റ്റേബിൾ അല്ലെങ്കിൽ ആന്റിജൻ നെഗറ്റിവിറ്റി ഡസ് നോട്ട് മീൻ എനിത്തിങ്. കാരണം പേഷ്യൻസ് സൈറ്റോകൈൻ സ്റ്റോമിലോട്ട് പോകുന്നത് യൂഷ്വലി സെക്കൻഡ് വീക്കിലാണ്. ആ സമയത്ത് ചിലപ്പോൾ ആന്റിജൻ നെഗറ്റീവ് ആയിരിക്കാം. ബാക്കി ഉണ്ടാകുന്ന മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എല്ലാം തന്നെ is because of an exaggerated immune response. ആ സമയത്ത് the antigen may be negative. So the patient has to be clinically stable at the time of discharge. And if you look at the time taken to recovery for patients who are having severe COVID-19 infection, it is around 3 to 6 weeks. So we should keep this thing in mind. But 3 to 6 weeks എന്ന് പറയുമ്പോൾ ഈ 21 days ആകുമ്പോൾ തന്നെ ബേസിക്കലി പോസ്റ്റ് കോവിഡിന്റെ ആ ടൈം വരുന്നുണ്ട്. ഓക്കെ, സോ അത് ഒരു കണ്ടിന്യൂം ആയിട്ടായിരിക്കും സിവിയർ COVID-19 വരുന്നത്. Now, we should know about what all things to expect in patients who are coming to your post-COVID clinic. For that, we need to know the extrapulmonary manifestations or complications in COVID-19. In COVID-19, ഈ symptomatology എല്ലാം തന്നെ ഉണ്ടാവുന്നത് അതിന്റെ AC2 റിസപ്റ്റർ എവിടെയൊക്കെ ഏതൊക്കെ ടിഷ്യൂസിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലാണ് മാനിഫെസ്റ്റേഷൻസ് വരുന്നത്. ബ്രോങ്കോന്യൂമോണിയ വരാനുള്ള കാരണം ബ്രോങ്കിൽ എപ്പിത്തീലിയൽ സെൽസിലെ എസ്പെഷ്യലി ടൈപ്പ് 2 ന്യൂമോസൈസിൽ AC2 റിസപ്റ്റർ ഉണ്ട്. അവിടെ നമ്മളെ ഈ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് വൈറൽ ബ്രോങ്കോന്യൂമോണിയ ഉണ്ടാകുന്നത്. സോ വാട്ട് ആക്ച്വലി ഡിഫറൻഷിയേറ്റ്സ് ദിസ് കോവിഡ് ബ്രോങ്കോന്യൂമോണിയ വൈറസസിലൂടെ പറയുന്നത് along with this viral bronchopneumonia in COVID-19 there is an increased risk of thrombosis, that is microvascular and macrovascular thrombosis can occur. This is because of a persisting thromboinflammatory state, because the endothelium also express the cellular receptor for attachment of the spike protein, that is the AC. So the patient can present with deep vein thrombosis, pulmonary thromboembolism, acute stroke syndromes, acute coronary, that is myocardial infarction. Patient can also present with mesenteric ischemia, etc. So this thrombosis can occur during the acute COVID-19 or even after discharge during the convalescent period. Patient can present with manifestations of this thromboembolism. Now coming to the cardiac manifestations, the AC2 is expressed in the cardiac myocytes. As the myocardium expresses this AC2, and patients can have myocarditis, cardiomyopathy, as well as cardiac failure and cardiogenic shock. And also the conduction system may be involved and can lead to all sorts of arrhythmias. Now coming to the endocrine axis, this AC2 as well as the other cellular receptor, that is the TMP, that is the serine proteinase 2, that is expressed by the pancreatic beta cells, and because of which there is a downregulation in the secretion of insulin, and there is an increase in insulin resistance, and this will result in actually worsening of the glycemic status in patients who are already diabetic, can also lead to dysglycemia in patients who are previously euglycemic. So during the hospitalization itself, it becomes a big challenge to optimize the blood sugar levels, and this may persist in the convalescent period also. In order to achieve the glycemia, probably you have to increase the insulin dose as well. Now coming to dermatological manifestations, can manifest in many ways. Nammal discharge ശേഷം പല പേഷ്യൻസും പ്ലൂറിറ്റിക് റാഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന, അർട്ടിക്കേറിയൽ ലീഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെയർ ലോസ്, എക്സസീവ് ഹെയർ ലോസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ പാംസ് ആൻഡ് സോട്സ് ചെയ്യുന്ന ഡീസ്ക്വാമേഷൻ ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട്. Now coming to the neurological manifestations, we know that there is a neurotropic virus. AC2 is there in the blood-brain barrier. The patient can have anosmia as well, and through the olfactory tract as well as olfactory cleft also the virus can reach the brain, and patient can present with all sorts of stroke syndrome, encephalitis, encephalopathy, and also demyelinating disorders like ADAM and GBS can occur. So this can occur during the acute phase, and also after recovery during convalescent phase also the patient can present with the neurological manifestations. Now coming to the renal manifestations, it usually occurs during the acute phase. The patient can have acute knee injury, hematuria as well as proteinuria. The hepatic manifestation, transaminitis and diarrhea usually is seen during the acute phase of the illness. Now, what all things should be? What will be the symptoms with which the patient present to our post-COVID clinic? So this is actually a multi-stage phone study from USA. So fatigability was the most common manifestation observed. Then patient present cough, congestion, exertion dyspnea, loss of taste or smell, headache, body aches, diarrhea, nausea, chest or abdominal pain, confusion, etc.
ഇത് നമുക്ക് മിക്ക ഒരു പോസ്റ്റ് വൈറൽ സിൻഡ്രോംസ്, അതായത് ഒരു ഡെങ്കു ഹെമറേജിക് ഫീവർ ചെയ്യുന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന റിക്കവർ ചെയ്യുന്ന പേഷ്യന് ഒരു 1.5 മാസമൊക്കെ പല സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്സിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്കും സം സോർട്ട് ഓഫ് എ നോർമൽസിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി ഇറ്റ് മേ ടേക്സ് അറൌണ്ട് വീക്സ് ടു മന്ത്സ്. ഓക്കെ, ഇതിൽ കോവിഡിലും അതേ ഒരു സിംറ്റമറ്റോളജി ഉണ്ട്. ബട്ട് ദെൻ ദ ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് ക്യാൻ പെർസിസ്റ്റ് ഫോർ അറൌണ്ട് 3 weeks to 1 month. സോ വി മസ്റ്റ് ബി മോർ ഫോക്കസിങ് ഓൺ ദ റെഡ് ഫ്ലാഗ് സൈൻസ്. കാരണം കുറേ എണ്ണം നോൺ സ്പെസിഫിക് സിംറ്റംസ് ആണ്. We should be focusing on the red flag signs. നേരത്തെ പറഞ്ഞ പോലെ exertion dyspnea ഉണ്ടെങ്കിൽ there is a possibility of a pulmonary fibrosis or a pulmonary embolism, or it could be a cardiac thing. So we should be focusing on that. So unilateral pedal edema, it could be DVT, like that. The patient is complaining of a syncopal episode after recovery, so it could be due to a cardiac or a respiratory problem. So അങ്ങനത്തെ ഇതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. So our aim is not to bring all the recovered patients to our post-COVID clinics, which is going to be started in all the PHCs, FHCs and CHCs. കാരണം ഇതെല്ലാം ഇതിന്റെ കുറെ സിംറ്റംസ് നോൺ സ്പെസിഫിക് ആണ്. അങ്ങനെ എല്ലാവരും വരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ഒരു സം സോർട്ട് ഓഫ് എ സ്ക്രീനിങ് ഷുഡ് ഒക്കർ ബൈ ദ JPH or ASHAs or through telephonic interviews, and we need to ensure that only those patients who require further evaluation should reach the post-COVID clinics in the primary level. So this another study which shows that around 28% of patients had impaired concentration. This is very, very important. കാരണം Trivandrum, we have a cohort of around say 550 to 600 healthcare workers who got infected. We have a constant follow-up. We know that many of them, especially the females, because the post-COVID syndrome കൂടുതലായിട്ട് കാണുന്നത് female സെക്സിലാണ്. So the risk factors of post-COVID syndrome എന്ന് പറയുന്നത് പല സ്റ്റഡീസിലും പറയുന്നത് elderly, age above 75 is a risk factor. Those patients who had multiple symptoms on presentation, that's a risk factor. For example, our category C patients, അവർക്കെല്ലാം തന്നെ പോസ്റ്റ് കോവിഡ് മാനിഫെസ്റ്റേഷൻ വരെയുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഇസ് ഓൾസോ എ റിസ്ക് ഫാക്ടർ. സോ ദിസ് സ്റ്റഡിയിൽ impaired concentration was there in 28%, sleep disturbance in 30%, memory loss, usually the short-term memory loss in 34%, exertion dyspnea in 42%, and excessive fatigability in 55%. ഇതൊക്കെ ആക്ച്വലി കറക്റ്റ് ആണ്. പലരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ലീപ്പ് rhythm ഒക്കെ REM sleep is disturbed. It takes around 3 weeks to 1 month for their sleep pattern to go to normalcy. It doesn't mean that all the patients will have this. Only a subset of patients, maybe around 10%, will have all these problems. Impaired concentration ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ brain fogging or brain fading, that is, we will not be able to focus on certain things. That is also an issue. So these are the multi-system manifestations. In the cardiovascular system, you can have palpitation, myocarditis, cardiomyopathy, cardiac failure. The respiratory system, they may progress to lung fibrosis, pulmonary artery hypertension, or pulmonary embolism. Nervous system, anosmia, stroke syndromes, short-term memory loss, reduced attention span, confusion, poor quality of sleep, cognitive impairment, and cognitive blunting, which is otherwise known as brain fogging. That's a very important thing. I will give you an example. So one of our residents, medicine resident, she developed COVID, but she used to be a very, very smart person. If I feel like working, clinical status fast updating resident. Then she got COVID and she recovered, and after 1 month she was working in the same ICU. അപ്പോൾ റൗണ്ട്സിന് പോയപ്പോൾ ഈ കുട്ടിക്ക് പഴയതുപോലെ എത്രത്തോളം സ്പീഡിൽ പേഷ്യന്റെ പേര് പറയാനോ അല്ലെങ്കിൽ അല്ലാണ്ട് കോറിലേറ്റ് പറയാനോ പറ്റുന്നില്ല. അപ്പം ഐ ആസ്ക്ഡ് ഹർ, ആർ യു കൺഫ്യൂസ്ഡ്? അപ്പോൾ കുട്ടി പറഞ്ഞ ഇതാണ്, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റെഫർഡ് ടു ആസ് brain fogging, because this is a neurotropic virus. ഇതൊന്നും പെർമനന്റ് അല്ല. It will take for some patients may recover in weeks. For some patients, the recovery may take around months. The mental health aspect is something where the state has been focusing right from the first day of its fight against COVID-19. We have a very good, robust mental health team. So, അതുവരെ ഇത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിലാണ്. പോസ്റ്റ് കോവിഡ് ആസ്പെക്ട്സിലും we need to focus on the mental health aspects. കാരണം ഈ ICUലൊക്കെ കിടക്കുന്ന പലർക്കും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട്. ഐസൊലേഷൻ വാർഡിലൊക്കെ കിടക്കേണ്ടി വന്ന പലർക്കും ആങ്സൈറ്റി, ഡിപ്രഷനും അതുകൊണ്ടുള്ള സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ട്. So, we need to extend our mental health support to the post-COVID patients as well. Coming to the musculoskeletal involvement, polyarthralgia, myalgia, excessive fatigability, and chronic fatigue syndrome. Chronic fatigue syndrome എന്ന് പറയണമെങ്കിൽ we know it is actually synonymous with the infectious mononucleosis. പല ഒരു വൈറൽ ഫീവേഴ്സിലും chronic fatigue syndrome പോലെ വരാൻ പറ്റാം. But then the excessive fatigability has to persist for at least 6 months. അതിനുള്ള ടൈം ആയിട്ടില്ല. By definition, chronic fatigue syndrome means that after physical exertion, mental exertion, and emotional exertion, patient will be fatigued, and this fatigue won't improve with rest. So that is very important. That is also being observed in COVID-19. We are focusing on this myalgia. So when we ask about this patients with myalgia or coming to our post-COVID clinics and all, at least a subset of patients used to say that
the myalgic pain is more like a neuralgic pain. So we had confusion. How can neuralgic pain occur in COVID-19? And the explanation for the same came in an article published in Pain around 1 week back. That is, the dorsal root ganglion also contains this ACE2 receptors. So in neuralgic pain, a subset of patients neuralgic pain experience. So if patients are coming to your post-COVID clinics complaining of myalgia, you try to elicit the nature of the pain. If it fits into a neuralgic pain, NSAIDs which are treated, we need to give gabapentin as well as pregabalin for the treatment. And also you can see that early sign of infection. So anosmia and dysgeusia, there's alteration test, perception, and chemesthesis can occur. So what is this chemesthesis? These chemical sensations like say imolaginte flavor ariyadirikkya allengile mintinte flavor ariyadirikkya ennokkella aanu aadiyamayitte taste undavuna abnormalities. This occurs because the nociceptors are getting involved. So basically the nervous system, central nervous system as well as the peripheral nervous system can get affected. Autonomic nervous system can also get affected because of the same problem, ACE2 expression in the DRG. So we have discussed about a constellation of clinical symptoms spanning multiple systems. So all of this has been put together by the United Kingdom National Institute of Health Research Group. So they have put it under 4 broad clinical syndromes. One is the classical post-critical illness syndrome. And ICU recovery patients, it takes around months for them to regain their normalcy. So concentration breastome, asthenia, myalgia, and all those problems are there. That can occur in the category C patients who are in the ICU. The second is the post-viral fatigue syndrome, which we have discussed. That is seen in many viral illnesses, and that is seen in COVID-19 as well. The lasting organ damage about which we should be aware of. For example, the lung is basically the target organ, and patients in category C can develop this bronchopneumonia, and the healing process can involve this fibrosis. And this fibrosis full recovery, it may take around months to years. That is important. The next aspect, the patients can have myocarditis and cardiomyopathy, or some patients can progress to cardiac failure. So this is also important. Aspect the treatment patients. The fourth one is the interesting aspect, that is fluctuating symptoms with slow recovery. That patients after recovery, migraine, headache, so they are developing say polymyalgia, rheumatic like persuasion, and fluctuating symptoms. In the headache, and recovery may also be pretty slow. So this is actually a pictographic description of what happens to your lung due to COVID-19. So red and the acute phase, the ground glassing areas are. Okay, there's a bronchopneumonia affected consolidation areas. Then after 6 weeks, you can see that the reparative process has worked, and the green areas, the normal areas are cut, but still the islands of red are still there. So if you look at the image after 12 weeks, so the 12 weeks is coming, and you can see that still there are islands of red. This means that this fibrosis has set in, and it takes around say months for the lung to become normal again. So do we have enough data to say that the patients with fibrosis will take say 1 year to recover or 2 years to recover? As of now, we have only 8 months of experience with COVID-19. But then such studies have been done with the SARS infection, which occurred in 2003. So the persistent and significant impairment of exercise capacity was there in survivors for at least 2 years after diagnosis of SARS. So the exertional dyspnea and all may persist for months to years together. SARS 15 years ago, 4% of individuals had never regained their previous forced vital capacity. So that is very important. That is the importance of rehabilitation. Then another study in SARS also showed that 40% of the patients had excessive fatigability even 3.5 years after diagnosis of SARS. Now coming to the another organ system which is sort of affected by the COVID-19, that is the heart damage. So you can, as discussed, the myocardium has ACE2 receptors, and patients may have some subtle myocarditis which can progress to this cardiomyopathy, cardiac failure, etc. So this is one study from on this post-COVID cardiac failure from Germany. Looked at around 100 patients who recently recovered from COVID-19. They did cardiac MRIs. Why cardiac MRI was that? Obvious pulmonary embolism PAH right heart failure, we are not going to miss it. Patient is having say myocarditis with cardiac failure, miss. But subtle myocarditis
പലപ്പോഴും റിക്കവറിക്ക് ശേഷമായിരിക്കും എക്സർഷൻ ലിസ്റ്റിയുടെ ഇവാലുവേഷനിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. പല ആൾക്കാരും ഈ പോസ്റ്റ് കോവിഡ് ഫേസിലായിരിക്കും കാർഡിയക് ഫെയിലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ എക്കോ ബേസിക്കലി പല പേഷ്യൻസിലും നോർമലാണ്. എക്കോ അബ്നോർമൽ ആണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റഡീസിന്റെ ആവശ്യമില്ല. ഇത് കാർഡിയക് MRI വെച്ച് നടത്തിയ സ്റ്റഡിയാണ്. It was done 71 days after COVID-19 diagnosis and revealed cardiac involvement in around 78% and ongoing myocardial inflammation 60%. ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്ത സബ്ജക്ട്സിന്റെ ഇതനുസരിച്ചിട്ടാണ് 78-60 എന്ന് പറയുന്നത്. ആൻഡ് കാർഡിയക് MRIയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സബ്റ്റിൽ ചേഞ്ചസും കാർഡിയക് MRI പിക്ക് ചെയ്യും. അപ്പൊ ഇതെല്ലാം കോവിഡ് കൊണ്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. When there is another study from USA which did the cardiac MRI on athletes who had this COVID-19. കാരണം അത്ലീറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവര് ഈ ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് കാർഡിയക് MRI വേണം ഫിറ്റ്നസിന്റെ പാർട്ടായിട്ട്. അപ്പം they have a baseline cardiac MRI. Then they had this COVID and after that cardiac MRI was performed and subtle abnormalities were present in 20%. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ജോക്കോവിച്ച് ഒക്കെ ഈ കോവിഡ് വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിനുശേഷം they want to practice in professional sports. അപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് എക്സർഷൻ അല്ലല്ലോ ഈ പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സന്റെ ലെവൽ ഓഫ് എക്സർഷൻ. അപ്പൊ അവർക്ക് ഒരു കാർഡിയക് MRI കൂടെ നോർമൽ ആണെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഡ്യൂറിങ് കോമ്പറ്റേറ്റീവ് സ്പോർട്സ് ആൻഡ് പ്രോബ്ലംസ് ക്യാൻ ഒക്കർ. അതിന്റെ ആപ്ലിക്കബിലിറ്റി ടു അവർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇൻ യുവർ പഞ്ചായത്ത് ദർ ഈസ് എ സ്പോർട്സ് പേഴ്സൺ, പ്രൊഫഷണൽ സ്പോർട്സിലൊക്കെ പോകുന്ന ഒരു അത്ലീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു COVID-19 വന്ന ആളാണെങ്കിൽ പ്രോബബ്ലി after allowing him to participate in competitive sports again, it will be better to have a cardiology fitness. He studied another important thing is the presence of chronic comorbidities or duration or severity of acute COVID-19 and the times since the original diagnosis did not correlate with these findings. അതായത് മൈൽഡ് ഇൽനെസ് ഉള്ള ആൾക്കാർക്കും പലർക്കും കാർഡിയക് MRIയിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. So this is the algorithmic approach to exertional dyspnea. So I would like to make one thing clear. നമുക്ക് 4.5 lakh patients കേരളത്തിലായി കഴിഞ്ഞു. Our aim is not to get all the 4.5 lakh patients come to our clinics. അങ്ങനെയല്ല. We need to prioritize patients. അപ്പോൾ നമുക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് ഉള്ളവർ മാത്രം നമ്മളുടെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ ആക്ച്വലി എത്തിയാൽ മതി. അല്ലെങ്കിൽ അവിടെ വലിയൊരു ക്രൗഡിങ് ഉണ്ടാവുകയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ആക്ട് എസ് എ ഫോക്കസ് ഫോർ ഇൻഫെക്ഷൻ. ദാറ്റ് വി ഡോണ്ട് വാണ്ട് ടു ഹാപ്പൻ. So we need to have a mechanism at your own level through ASHA or JPHN to screen patients who have recovered from COVID-19 through say telephonic interview or something like that, and to identify the red flag signs, and only those patients should be brought to your clinic and then they should be investigated or evaluated and then they should be referred to higher centers if needed. അതിൽ നമുക്ക് ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള ഒരു സൈൻ ഈസ് എക്സർഷണൽ ഡിസ്നിയ. ഈ പലരും അഡ്മിറ്റഡ് ആകുന്ന സമയത്ത് 6 minute വാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഡിസ്നിയ ഇല്ലാത്ത ആൾക്കാർ ഡിസ്ചാർജിന് ശേഷം വീട്ടിൽ പോയ ശേഷം പടി കയറുമ്പോഴോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് തുണി നനയ്ക്കുകയോ ചെയ്യുമ്പോഴേ ശ്വാസതടസ്സം അനുഭവപ്പെട്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഹൗ വിൽ യു ഇവാലുവേറ്റ്? So we need to rule out anemia because anemia can also lead to exertional dyspnea. Then you need to think in two ways. Is it a respiratory problem or is it a cardiological problem? If it is a respiratory problem, it could be a pulmonary fibrosis which has occurred as a part of the healing process in the lung, or it could be an embolism. If it is cardiological problem, it could be a myocarditis or LV systolic or diastolic dysfunction or cardiomyopathy. So how should you do the focus investigations? You need a hemogram, CRP, and D-dimer. So and based on in the facilities in your center, a pulmonary function test ഇതൊക്കെ മിക്കവാറും ചെയ്യുന്നത് സെക്കൻഡറി കെയർ സെന്ററിലെ സെക്കൻഡറി ലെവലിലുള്ള പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിലായിരിക്കാം. സോ PFT, X-ray test, HRCT, echocardiography, and if D-dimer is elevated, probably you may have to go for a pulmonary angiogram as well. But ഇതെല്ലാം ചെയ്തിട്ട് if you are not having a diagnosis as to why this patient is having exertional dyspnea, then you need to consider cardiac MRI or nuclear scintigraphy in selected patients. Okay, selected patients means നമ്മൾ ഈ പറഞ്ഞ പോലെ professional athletes ഒക്കെ ആണെങ്കിൽ. Now coming to two things which are not likely to be picked up in a PHC. അതായത് കുറച്ച് sick presentation പോസ്റ്റ് കോവിഡ് ഫേസിൽ വളരെ സിക്ക് ആയിട്ട് പേഷ്യൻസ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ആ സിക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞ് വിത്തിൻ 1 or 2 weeks ഇപ്പോൾ MI ആയിട്ടോ അല്ലെങ്കിൽ stroke ആയിട്ടോ അല്ലെങ്കിൽ ഡീമൈലിനേഷൻ ആയിട്ടോ പ്രസന്റ് ചെയ്യാം. ഐ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് സച്ച് എ സിനാറിയോ. This is a multi-system inflammatory syndrome which is common in children or adolescents or adults. Okay, MISC to MISA എന്ന് പറയും. The pediatricians are aware of this condition known as MISC, which usually occurs maybe around say 25 days after the this COVID-19 has occurred. ചിലപ്പോൾ ഈ COVID-19 അസിംറ്റമാറ്റിക് ആയിരിക്കും. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതായത് കുട്ടിക്കോ അല്ലെങ്കിൽ അഡൽട്ടിൽ വളരെ വളരെ റയർ ആണ്. ബട്ട് വി നീഡ് ടു ബി അവെയർ ഓഫ് ദിസ് തിങ്. എപ്പോഴാണ് ഈ MISC ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഇതിന്റെ പീക്കിന് ശേഷമാണ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ കോവിഡ് പീക്ക് ചെയ്ത ശേഷമാണ് ദേ ഫൗണ്ട് ദാറ്റ് മെനി ചിൽഡ്രൻ ആർ പ്രസന്റിംഗ് വിത്ത്
a Kawasaki-like illness. Multisystem involvement, it's a hyperinflammatory stage പോലെയാണ് അവർക്ക് തോന്നിയത്. കവാസാക്കി പോലെയാണ് കൊറോണറി അന്യൂറിസം ഒക്കെ ഉണ്ട്. ഡിഫറൻസ് വാസ് ദാറ്റ് കവാസാക്കി കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്, ഇത് കുറച്ചുകൂടെ ഒരു 5 years to 15 years റേഞ്ചിലായിരുന്നു വന്നത്. അപ്പം ദേ നെയിംഡ് ഇറ്റ് ആസ് മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ. ഇത് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ദ ട്രീറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഇമ്യൂണോമോഡുലേറ്റേഴ്സ് ലൈക്ക് IVIG ഓർ മീഥൈപ്രിനിസ്ലാം. ഇത് പീഡിയാട്രീഷ്യൻസ് ഇത് മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്, ബിക്കോസ് ദേ ആർ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ MISC. Trivandrum, we have around say 13-15 cases of MISC, and in adults we have around 5 to 6 cases of MISA, that is multisystem inflammatory syndrome in adults. Adults, if we are not aware of this diagnosis, we may not be able to pick it up. So I will take you through a prototype case. A 23-year-old male, present with fever and fatiguability of 3 days duration. Patient had hepatitis as well as acute kidney injury, had myocarditis. On presentation, blood pressure was only 90/60. Saturation was 95% room air. And since Trivandrum, majority of the areas in Trivandrum are containment zones, or you can say entire Kerala can be taken as a cluster containment area. So we usually do, before admission, we do the antigen testing or PCR. Both were done in this case and with negative. And if you look at the labs, patient had a total count of 25,000 with 90% neutrophils. Patient had thrombocytopenia. CRP was elevated, TROP-T was elevated, BNP was very much elevated, suggestive of myocarditis. The tropical fever worked up negative, because whatever be the presentation in Kerala, we need to rule out the tropical fever syndromes like say dengue or leptospirosis, strep typhus, etc. Blood culture was sterile. The echo did not show any vegetation. And if you look at the D-dimer, very much elevated, ferritin very much elevated, CRP very much elevated, and procalcitonin is also very much elevated. And we do have access to interleukin 6. That is also very much elevated. So this is actually important. So what is the diagnosis here? Anyone will say that the patient is having a septic shock now, septic shock with multi-organ dysfunction syndrome. So this is how we will approach this case. നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ള ഒരു ഡോക്ടർ ഇതിനെ സെപ്റ്റിക് ഷോക്ക് ആയിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ദിസ് ഇസ് ദ പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു ഡ്രൈവ് ഹോം. ഒരു 23-year-old മെയിലിന് സെപ്റ്റിക് ഷോക്ക് വരണമെങ്കിൽ ദർ ഹാസ് ടു ബി എ സോഴ്സ് ഓഫ് സെപ്സിസ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഹാസ് ടു ബി ഇമ്യൂണോ കോംപ്രമൈസ്ഡ്. ഓക്കെ, so the source of sepsis നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുക? We need to look at which syndrome it is. That is skin and soft tissue infection ആണോ, bone and joint infection ആണോ, is it a genitourinary infection or a gastrointestinal or a pulmonary or is a CNS syndrome? നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് സെപ്റ്റിക് ഷോക്ക് ആണെന്ന് തോന്നുന്നെങ്കിലും ഒരു ഫോക്കസ് ഓഫ് സെപ്സിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ വേഴ്സ് ഇൻഫ്ലമേഷൻ കൺസിഡർ ചെയ്യണം. സോ ഈസ് ഇറ്റ് എ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം? ഇപ്പൊ നമ്മൾ ഈ ഒരു സിനാറിയിൽ ഒരു ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഈസ് ലൈക്ലി ടു ബി multisystem inflammatory syndrome in adults. So these are the DDs you need to consider: tropical fever syndrome, septic shock, infective endocarditis, MISA. So MISA is actually a diagnosis of exclusion. കാരണം ഇതിന് മീൻസ് ഒരു pathognomonic ഒരു ടെസ്റ്റ് ഒന്നും മിസ്സയ്ക്ക് ആക്ച്വലി ഇല്ല. So this is from our guidelines. This is the working case definition of MISA. It includes 6 criteria. A severe illness requiring hospitalization in a person above 21 years of age. Below 21 years ആണെങ്കിൽ MISC ലോട്ട് പോകും. It is above 21 years, it is MISA. A positive test result for current or previous SARS-CoV-2 infection during admission or in the previous 12 weeks. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. There has to be an evidence of a recent or a current COVID-19 infection. That could be an antigen positivity or a PCR positivity or an antibody positivity. ഞാൻ ഡിസ്കസ് ചെയ്ത കേസിൽ the SARS-CoV-2 IgG antibody was actually very much elevated. Okay, so അതിന്റെ അത് പറയുന്നത് നമുക്ക് ഈ പലപ്പോഴും കാണുന്നത് MISC ആണെങ്കിൽ MISA ആണെങ്കിലും 25 ഡേയ്സിന് ശേഷമാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത്. Usually the mean time at which they present with this hyperinflammatory shock is 25 years from the initial diagnosis. ആ ഡയഗ്നോസിസ് ചിലപ്പോൾ ഉണ്ടായി കാണണോ നിർബന്ധം ഇല്ല. കാരണം അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ആയിരിക്കും ചിലപ്പോൾ 3 weeks മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ഡിസ്റെഗുലേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പെർസിസ്റ്റ് ചെയ്താണ് ഈ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സിൻഡ്രോമായ മിസൈലോട്ടോ അല്ലെങ്കിൽ MISCയിലോട്ടോ വരുന്നത്. പലപ്പോഴും PCR പോസിറ്റീവ് ആണെങ്കിൽ അത് മിക്കവാറും ഷെഡിങ് ആയിരിക്കാം. ആന്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ അതൊരു അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിരിക്കാം. മിക്കവാറും ആന്റിബോഡി വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. The third criteria is severe dysfunction of one or more extrapulmonary organ systems. Fourth is the evidence of severe inflammation should be there in like elevated CRP, ferritin, D-dimer or interleukin 6. Interleukin 6 alla vishannu venda ട്ടോ. Interleukin 6 we do have access to that in our biochemistry department. അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. Then most important aspect,
എല്ലാവർക്കും തോന്നാം ഒരു സിവിയർ COVID-19 ARDS പോയി കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഉണ്ടാകത്തില്ലെന്ന്. ഉണ്ടാകാം, ഹൈപ്പോക്സിയുടെ സെക്കൻഡറി ആയിട്ട് ഉണ്ടാകാൻ പറ്റും. അപ്പം ഹൗ യു ഡിഫറൻഷിയേറ്റ് എ സിവിയർ COVID-19 ഇൻഫെക്ഷൻ ഫ്രം മിസ ഇസ് ദാറ്റ് ഇൻ മിസ യൂഷ്വലി ന്യൂമോണിയ ഇസ് നോട്ട് ദെയർ, റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് മിസയിൽ വളരെ കുറവാണ്. പിന്നെ എന്തുകൊണ്ട് പേഷ്യന്റ് ഡിസ്നി ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മയോകാർഡൈറ്റിസ്. സോ usually the MISA will present with GI symptom like fever with vomiting, abdominal pain like that, myocarditis angane variyanathil you need to think about MISA. The patient is having say pneumonia with the other organ involvement, it is not MISA, it is likely to be a sequelae of or a continuum of severe COVID-19 infection. And the most important point is that alternate diagnosis should not be there for septic shock like tropical fever syndrome, infective endocarditis or autoimmune conditions like SLE or vasculitis. Basically this MISA is a diagnosis exclusion. We should be aware of this condition. MISA is a very rare entity. നമുക്ക് ഒരു 5 to 6 കേസ് ആയി കാരണം അത്രത്തോളം ഒരു പീക്ക് ചെയ്തൊരു ഡിസ്ട്രിക്റ്റ് ആണ് ട്രിവാൻഡ്രം. So when other districts also see increased number of cases, you will see atypical manifestations like MISC or MISA. It is basically an inflammatory condition or hyperinflammatory condition. So the treatment will be high dose of steroids or IVIG. So this is actually the diagnostic criteria for MISC as in children. Fever more than 24 hours plus involvement of at least 2 organ systems. It could be a GI system like abdominal pain, vomiting, or cardiovascular system or hematology. That is, patient can present with leukocytosis with anemia and thrombocytopenia. Or patients can have mucocutaneous manifestations like strawberry tongue, cracked lips, etc. Then patient may have this arthritis, swelling of the foot as well as hand, lymphadenopathy, neurological manifestations, etc. So basically, you can see that the procalcitonin we usually sepsis marker ആയിട്ട് വെച്ചെങ്കിലും initially there is all hyperinflammatory stage, the procalcitonin levels also will be elevated. ആ കേസിൽ ഞാൻ ഡിസ്കസ് ചെയ്ത കേസിൽ procal was very much elevated. So an elevated procal should not actually misguide you. So the procal levels may be elevated in this hyperinflammatory syndromes as well. So in a nutshell, so in any patient who is coming from in a cluster containment zone, so കേരളത്തിൽ ഇപ്പൊ അങ്ങനെയൊന്നും എടുക്കണ്ട, എവിടെ നിന്ന് ഏത് പേഷ്യന്റ് വന്നാലും patient coming with multivessel large vessel stroke or Kawasaki like illness or multisystem inflammatory syndrome, hyperinflammatory shock, toxic shock syndrome, acute MI, GBS, encephalitis, ADEM, olfactory or gustatory dysfunction, and then COVID-19 ഒരു DD ആയിട്ട് എടുക്കണം. ഇത് acute ആയിട്ടും പ്രസന്റ് ചെയ്യാൻ പറ്റും. Even after recovery also the patient can present with these manifestations. അതായത് post COVID the part ആയിട്ടും patients ഇത്തരം manifestations ആയിട്ട് present ചെയ്യാൻ chance ഉണ്ട്. You should be aware of this. And this slide was actually beautifully explained by Bipin Gopal sir. So ഇതാണ് നമ്മുടെ ഒരു working framework. Post COVID patient red flag signs we need to identify, and we have the plan is to set up this post-COVID clinics in all the PHC, FHC, and CHC. And there the aim is to pick up those patients with red flag signs like dyspnea, palpitation, chest pain, unilateral pedal edema, and syncope. Basically, cardiac or respiratory involvement ഉള്ളവരെ കണ്ടുപിടിക്കാനുള്ള symptomatology ആണ് red flag signs ആയിട്ട് വെച്ചിരിക്കുന്നത്. Unilateral pedal edema is actually for to rule out DVT. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു at the PHC level or CHC and FHC level as per the resources available to you. Then you should use a telemedicine platform to discuss with the consultants in the post-COVID clinics in the tertiary or secondary center to go for a streamlined referral. അപ്പോൾ അവിടെ ആയിരിക്കും, അവിടെ ഒരു multidisciplinary team will be there comprising of say cardiologist or pulmonary medicine. പിന്നെ ഒരു streamlined workup വേണ്ടി വരും. Okay. So basically, this is about the approach to management of long COVID syndrome in post-COVID clinics. That is, so what all things you should be checking in the patients? Definitely the heart rate, rhythm, temperature, the blood pressure, then the SpO2 monitoring, and based on their symptomatology, the other focus investigations can also be done. And basically, you need to see whether the symptomatology deserves special investigations in a higher center. So that is the role of the doctor in the post-COVID clinic in the PHC, FHC or CHC. Now coming to treatment of post-COVID syndrome, നമ്മളെല്ലാം ഡ്രഗ് എന്ന് പറഞ്ഞ ബാസ്ക്കറ്റിൽ വയ്ക്കാതെ we need to have a holistic approach to the patient. നമ്മൾ ഈ പറഞ്ഞ പോലെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത് അത് വളരെ കുറച്ച്, നമ്മൾ ഈ 21 ഡേയ്സിന് ശേഷം സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്ന 10% ഉണ്ടെന്ന് പറഞ്ഞാലും ആ 10% ഒരു മിനിസ്ക്യൂൾ ഒരു ഫ്രാക്ഷൻ മാത്രമേ റെഡ് ഫ്ലാഗ് സൈൻസ് കാണത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് റീഅഷുറൻസ്, സംടൈംസ് ഡയറ്ററി മോഡിഫിക്കേഷൻ ലൈക്ക് സേ ഉച്ചയ്ക്ക് 10 മണിക്ക് ശേഷം കാപ്പി കുടിക്കാതിരിക്കുക to increase the quality of the sleep and all those things ആയിരിക്കും വേണ്ടത്. So basically we need a holistic approach. And pulmonary rehabilitation, ഇപ്പൊ നമുക്ക് ഒരു നല്ല ഡീസാച്ചുറേഷൻ ഇല്ലാത്ത പേഷ്യൻസ്, ഇപ്പൊ നമ്മൾ
പടി കയറുമ്പോൾ ശ്വാസം മുട്ടുണ്ടെന്ന് പറയുന്ന പലർക്കും ഡീസാച്ചുറേഷൻ ഒന്നും കാണത്തില്ല. അപ്പം ടെലിഫോണിക്കലി യു ക്യാൻ അസസ് ദാറ്റ്. പേഷ്യന്റ് വേറെ കോമോഡിറ്റീസ് ഒന്നും ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ നമ്മളുടെ ഈ ട്രെയിനിങ് മോഡ്യൂളിൻ്റെ അകത്ത് തന്നെ റീഹാബിലിറ്റേഷൻ എക്സസൈസ് എല്ലാം പറയുന്നുണ്ട്. സോ വാട്ട് ടു ഡു, ബേസിക് തിങ് എന്ന് പറയുന്നത് യു നീഡ് ടു ഹാവ് സോർട്ട് ഓഫ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ബ്രീത്തിങ് എക്സർസൈസസ്, അതുപോലെ തന്നെ ഒരു ഗ്രേഡഡ് റിട്ടേൺ ടു നോർമൽ ആക്ടിവിറ്റിയാണ്. ഗ്രേഡഡ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഒരു 50 പുഷപ്പ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആള് പോസ്റ്റ് കോവിഡ് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് 50 പുഷപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൊന്നും എത്തരുത്. ഒരു ഗ്രേഡഡ് ആയിട്ട് വേണം നമ്മുടെ ബോഡിയെ എക്സേർട്ട് ചെയ്യാൻ വേണ്ടി. അതിനുള്ള ഗൈഡൻസ് മൊത്തം നമ്മളെ ഗൈഡ് ലൈൻസിലുണ്ട്. അത് കൂടാതെ ഐ തിങ്ക് ഡോക്ടർ ദിവ്യ ആൻഡ് ടീം വിൽ കം ഔട്ട് വിത്ത് the videos demonstrating all these stuff. Pulmonary rehabilitation, how to do, what to do, all those things clearly described in the guidelines. Then antifibrotics. So we have access to 2 antifibrotics in Kerala now. One is pirfenidone and second is nintedanib. That is a tyrosine kinase inhibitor. It costs around 4,500 rupees per day. എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ എക്സർഷൻ ഡിസ്നെയുള്ള ആൾക്കാരെ CT എടുക്കുമ്പോൾ ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ പൾമോളജിസ്റ്റ് ഒപ്പീനിയൻ എടുക്കുക. And they will look at the force vital capacity and decide whether this patient should be started on antifibrotics or not. Then anticoagulants, this is very very important. നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പലരും ആഫ്റ്റർ ഡിസ്ചാർജ് MI ആയിട്ടോ സ്ട്രോക്ക് ആയിട്ടോ വന്നിട്ടുള്ളവരുണ്ട്, മിസ്സെൻട്രിക് ഇസ്കീമിയ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്, ഈ ഡ്രൈ ഗാംഗ്രീൻ ആയിട്ട് വന്ന AK ആംപുട്ടേഷനിലെ കലാസ്റ്റർ പേഷ്യൻസ് വരെ നമുക്കുണ്ട്. സോ doesn't mean that all the patients after discharge should be put on anticoagulants. അങ്ങനെയല്ല. We need to identify a category of patients who will benefit from anticoagulation for say 2 to 3 weeks after discharge. അതെങ്ങനെ അറിയാൻ പറ്റും? You know that as per our guideline treatment protocol, all patients with hypoxia or patients with exertional desaturation, അവർക്ക് steroid start ചെയ്യും, anticoagulants start ചെയ്ത് those with hypoxia SpO2 less than 94% start ചെയ്യും. പിന്നെ D-dimer levels വെച്ചിട്ട് we will adjust the dose of the enoxaparin or heparin we are giving. At the time of discharge, നമ്മൾ തെറാപ്യൂട്ടിക് ആന്റികോഗുലേഷൻ ആയിരുന്നുവെങ്കിൽ, അതായത് പേഷ്യന്റ് ഹാഡ് എംബോളിസം ഓർ DVT ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ കണ്ടിന്യൂ ആന്റികോഗുലേഷൻ ആസ് പെർ ദ പ്രോട്ടോകോൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് DVT ഓർ പൾമണറി എംബോളിസം. അല്ലാതെ പ്രൊഫൈലാക്ടിക്കലി ഇനോക്സപാരിൻ അല്ലെങ്കിൽ ഹെപ്പാരിൻ സ്റ്റാർട്ട് ചെയ്ത പേഷ്യൻസിന് we can continue it for say 2 to 3 weeks if they satisfy some criteria. ഒന്ന് ഹൈ റിസ്ക് ആയിരിക്കണം, elderly more than 75, അല്ലെങ്കിൽ the D-dimer level should be more than twice that of the baseline, അല്ലെങ്കിൽ the BT score എന്ന് പറഞ്ഞ venous thromboembolism score should be more than 4. So basically, we need to handpick patients who may benefit from 2 to 3 weeks of continuation of anticoagulation, which is usually rivaroxaban or apixaban. So if patient is having cardiac failure, definitely we need to optimize the treatment of cardiac failure. ഇനിയാണ് non-specific syndrome, so it's excessive fatigability. How are you going to treat it? So we don't have evidence for any drug to be used in this situation. What is being usually tried out happens to be these omega-3 fatty acids, like vitamin A, vitamin D, vitamin E, etc. We know that hypovitaminosis D COVID തമ്മിൽ association ഉണ്ട്. Vitamin D കുറഞ്ഞ പേഷ്യൻസിന് it is good to supplement vitamin D. And if the patient is having neuralgic pain, definitely use drugs like pregabalin or gabapentin. This is about the treatment of post-COVID. We should be focusing more on the pulmonary rehabilitation. So many patients are still recovering spontaneously in the first 6 weeks after acute COVID-19 and do not generally require an entry into pulmonary rehabilitation program. So majority of the patients will improve on their own. But it will be better that once the patient category C patients are discharged from the hospitals, ഈ നമ്മളെ ഈ സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഔട്ട്, അതായത് എക്സസൈസിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയോ ചെയ്താൽ they will be able to do it at their home. So basically we need to teach them about pulmonary rehabilitation, which includes this the breathing exercises, how to do it, etc. So it's clearly illustrated in the guideline. Also, we need to teach them about how to use the incentive spirometer. ഇത് എല്ലാ പേഷ്യൻസിനും അല്ല, ബ്രോങ്കോ ന്യൂമോണിയ ഉള്ള പേഷ്യന്റ് അല്ലെങ്കിൽ എക്സർഷൻ ഡിസാച്ചുറേഷൻ ഉള്ള പേഷ്യന്റിന് ഈ ബ്രീത്തിങ് എക്സസൈസും ഇൻസെന്റീവ് സ്പൈറോമെട്രി പഠിപ്പിച്ചു വിടുന്നത് നല്ലതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. കാരണം ഇതിൽ ഗ്രൗണ്ട് ലെവലിൽ ഒത്തിരി ഡൗട്ട്സ് കാണും. ഹൗ ടു ഓപ്പറേഷണലൈസ് ദിസ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് എക്സെട്ര. ഇന്നലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഇപ്പം നമ്മൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴേ ഇതൊരു ആക്ച്വലി ആർട്ടാണ്. നമ്മൾ ഓരോ സിംറ്റംസ് അങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടെന്ന് ഇങ്ങോട്ട് പറയാനാണ് ചാൻസ്. അപ്പം നമ്മുടെ JPH ആശയൊക്കെ ടെലിഫോണിക് ഇന്റർവ്യൂവിൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബേസിക്കലി. അപ്പൊ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു എന്നുള്ളതായിരുന്നു ഇന്നലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. പലർക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പം ആദ്യം ഡയറ്ററി മോഡിഫിക്കേഷൻ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതായത് ഈ കോഫിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം കുടിക്കാതിരിക്കാനൊക്കെ നോക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ആക്ച്വലി ക്ലോണാസിപ്പം 0.5 ഒക്കെ കൊടുക്കുക ചെയ്യുന്നത് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് ആക്ച്വലി വർക്ക്സ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് പറ്റുക. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇൻസോംനിയയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത്? ഇതാണ് ഇൻസോംനിയയ്ക്ക് നമുക്ക് എന്തെങ്കിലും മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കുക. ഓക്കെ,
അതായത് മീൻസ് ഇപ്പം നമ്മൾ ഈ കിടക്കുന്നതിന് മുന്നേ ഈ മൊബൈൽ നോക്കുന്ന ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈലൊക്കെ നോക്കുന്ന നിർത്തുക, ഒരു ബ്രൈറ്റ് ലൈറ്റ് നോക്കുന്ന നിർത്തുക, TV കാണുന്നതൊക്കെ നിർത്തുക, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം കാപ്പി കുടിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഇൻസോമിനിയ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെഡിക്കേഷൻ തന്നെ ആക്ച്വലി കൊടുക്കേണ്ടി വരും. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ കോവിഡില് വി ഹാവ് എ ഫിക്സേഷൻ വിത്ത് ദിസ് ആൻജിൻ ടെസ്റ്റിംഗ്. നമ്മൾ ഈ ആൻജിൻ നെഗറ്റീവ് ആയി പിന്നെ ഈ അസുഖമേ ഇല്ല എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെയല്ല. ഈ പല പോസ്റ്റ് കോവിഡ് മാനിഫെസ്റ്റേഷൻസും ഡെവലപ്പ് ചെയ്യുന്നത് ഡിസ്ചാർജിന് ശേഷമാണ് പ്രകടമാകുന്നത്. അതിൽ ഒന്നാണ് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. ഈ പലർക്കും ഹോസ്പിറ്റലിൽ നിന്ന് പോയ ശേഷമാണ് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു 8ാമത്തെയോ 10ാമത്തെ ദിവസം, അതായത് ആന്റിബോഡി റെസ്പോൺസ് വരുന്ന തുടങ്ങുന്ന സമയത്താണ് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യുന്നത്. ഇത് REM സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണെന്നാണ് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യു മേ ഹാവ് ടു ഗോ ഫോർ ദിസ് തിങ് സെഡേറ്റീവ്സ് ലൈക്ക് സൈക്ലോണാസിപ്പ. താങ്ക് യു സർ. ഡോക്ടർ അനുരൂപിന്റെ ക്വസ്റ്റ്യൻ, ക്യാൻ യു പ്ലീസ് ഷെയർ ദ പ്രസന്റേഷൻ? അത് ഇതേ പ്രസന്റേഷൻ തന്നെ ആക്ച്വലി ഇൻ ഡീറ്റെയിൽഡ് ഫോം ഇൻ എ മോർ ബ്യൂട്ടിഫുൾ വേ സ്റ്റേറ്റ് ദിവ്യ ആൻഡ് ടീം റെഡിയാക്കിയിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഷെയർഡ്. പിന്നെ ഐ വിൽ റിക്വസ്റ്റ് യു ടു ഓൾ ഓഫ് യു ടു റീഡ് ദ പ്രോട്ടോകോൾ ഓൾസോ. കാരണം നമുക്ക് ഈ പ്രോട്ടോകോളിൽ എഴുതിയിരിക്കുന്ന 28 പേജും സ്ലൈഡിലോട്ട് നമുക്ക് പലപ്പോഴും കയറ്റാൻ പറ്റാറില്ല. എസ്പെഷ്യലി ഇത് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഒക്കെ അത് ഇൻ ഡീറ്റെയിൽ വെച്ചാൽ നമ്മൾ എക്സസൈസസ്, ഗ്രേഡഡ് എക്സസൈസ് എങ്ങനെ ചെയ്യണം, സിറ്റപ്പ് എങ്ങനെ ചെയ്യണം, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ ദിസ് പോസ്റ്റ് കോവിഡ്. അപ്പോൾ ഡോക്യുമെന്റും കൂടെ എല്ലാവരും ഒന്ന് വായിക്കണം. ഇൻഡിക്കേഷൻ ഓഫ് ഓറൽ സ്റ്റിറോയിഡ്സ് ഓൺ ഡിസ്ചാർജ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് ആക്ച്വലി പറയേണ്ടത്. കാരണം നമ്മൾ ഈ ആന്റി ഫൈബ്രോട്ടിക്സിനെ ഈ ഫൈബ്രോസിസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞ റോൾ ഉള്ളതായിട്ട് ഒരു സ്റ്റഡിയും പറഞ്ഞിട്ടില്ല. ഫൈബ്രോസിസ് പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റിറോയിഡ്സ് അല്ല, സ്റ്റിറോയിഡ്സ് ആണ്. പക്ഷെ സ്റ്റിറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വി കാൺ മിസ്യൂസ് ഇറ്റ്. ഇറ്റ്സ് എ ഡബിൾ എഡ്ജഡ് സോഡ് ആണ് ഈ സ്റ്റിറോയിഡ്സ്. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ ഫോർ സ്റ്റിറോയിഡ് എന്താണെന്ന് നോക്കുമ്പോൾ യൂഷ്വലി ഓൾ ദ ഗൈഡ് ലൈൻസ് സേ ദാറ്റ് വെൻ ദ റെസ്റ്റിംഗ് സാച്ചുറേഷൻ ലെസ് ദാൻ 94% ആണെങ്കിൽ ഓർ ഇൻ കേസ് ഓഫ് ടാക്കിപ്നിയ യു കാൻ ഗോ ഫോർ സ്റ്റിറോയിഡ്സ്. നമ്മുടെ ഗൈഡ് ലൈൻ, സ്റ്റേറ്റ് ഗൈഡ് ലൈൻസിലാണ് എക്സർഷൻ ഡീസാച്ചുറേഷനും സ്റ്റിറോയിഡ്സിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് യുവർ സാച്ചുറേഷൻ അറ്റ് റെസ്റ്റ് മേ ബി സേ 98%. യു ആർ വാക്കിംഗ് ഫോർ 6 minutes, ഇഫ് ഇറ്റ് ഈസ് ഫോളിംഗ് ടു 96%, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റേയിൽ ഇൻഫിൽട്രേറ്റ്സ് കാണും, പക്ഷേ സാച്ചുറേഷൻ 98 ആയിരിക്കാം. അങ്ങനെയുള്ള പേഷ്യന്റിന് ഒന്നി ദിസ് തിങ് വി ടേക്ക് എ ഫിസിഷ്യൻ കൺസൾട്ട് ഓർ എ പൾമണോളജി കൺസൾട്ട് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ദ പേഷ്യൻസ് ഓൺ സ്റ്റിറോയിഡ്സ്. ഓക്കെ, അപ്പൊ അതില് ഈ സ്റ്റിറോയിഡ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫൈബ്രോസിസ് ഒന്ന് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പീപ്പിൾ ഡ്രമാറ്റിക്കലി ഇംപ്രൂവ് വിത്ത് സ്റ്റിറോയിഡ്സ്. പക്ഷേ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. യൂഷ്വലി ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുമ്പോൾ വി ഗീവ് സ്റ്റിറോയിഡ്സ് ഫോർ അറൌണ്ട് 7 to 10 days. ഡിസ്ചാർജിന് ശേഷം ഏത് കാറ്റഗറി ഓഫ് പേഷ്യൻസിനാണ് സ്റ്റിറോയിഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. യൂഷ്വലി ദ ലങ് ഇൻവോൾവ്മെന്റ് ഉള്ള ഡീസാച്ചുറേഷൻ ഉണ്ടായിരുന്ന, ഗ്രൗണ്ട് ഗ്ലാസിംഗ് ഉണ്ടായിരുന്ന പേഷ്യൻസിന് ഒരു 1 to 2 weeks കൂടെ സ്റ്റിറോയിഡ് കൊടുക്കാറുണ്ട്. എൻ്റെ ഡോസ് മീഥിയോപ്രെനിസോളോൺ ഒരു 8 mg BD ഫോർ 7 days 5 mg BD ഫോർ 7 days ആണ്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഗൈഡ് ലൈൻസ്. ഇത് എക്സ്പെർട്ട് ഒപ്പീനിയൻ പോലെ കൊടുക്കുന്ന, നോട്ട് ടു ഓൾ പേഷ്യൻസ്, ദോസ് ഹു ആർ ഡീസാച്ചുറേഷൻ, ദോസ് ഹു റിക്വയർ സ്റ്റിറോയിഡ്സ് ഡ്യൂറിംഗ് ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് ദോസ് ഹു ആർ എവിഡൻസ് ഓഫ് ന്യൂമോണിയ, അവർക്കൊരു 1 to 2 weeks കൂടെ ഓറൽ സ്റ്റിറോയിഡ്സ് ആക്ച്വലി കൊടുക്കാറുണ്ട്. സാർ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. നമ്മളെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ബഹുമാനപ്പെട്ട രാജൻ കൊബ്രയുടെ സാർ ചേർന്നിട്ടുണ്ട്. സാർ, വി വെൽക്കം യു സാർ. പ്ലീസ് അഡ്രസ് അവർ ടീം. ഇത് നോർത്ത് സോണിലെ 4 ജില്ലകളാണ് ഇന്നത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. ട്രെയിനിങ്ങിൽ റിസോഴ്സ് പേഴ്സൺ നമ്മുടെ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗം അരവിന്ദ് സാറാണ്. വെൽക്കം സാർ. So good afternoon, everybody. And it is indeed pleasure for me to just jet in midst of your training session. I remember, in fact, once when we, in the month of October, we started certain meetings on Zoom. At that time, all our colleagues were little bit disturbed that why physical meetings are not happening. And look at the transformation which has happened. In fact, after 1 year down the line, I think each and everybody, right from our grassroots level functionary to the topmost level, including Honorable Chief Minister, we are all working online. And it is a feather in the cap of the health department. I think health department was the first to use it extensively, even during pre-COVID period from October onwards. And that is the strength of any new thing which is coming in and taking it forward. So therefore, I thought that rather than conducting series of meeting with all our functionaries at the grassroots level, when you are having some or the other training session, I thought that I'll spend 5 minutes just to inform you that how important work all of you are doing. And we indeed have huge, respect
and the value for the work what all of you are doing. You may be remembering, in fact, this whole exercise or the fight started in the month of January, and it is going on. We are approaching next January, and we are, mounting the whole attack on COVID in such a systematic way that there was not a single deviation from the methodology or the strategy we have put to place, and that whole credit goes to each one of you, including your mentors, that is State Medical Board and the members, and people like Dr. Arvind, and your HODs and your other senior colleagues. All of you have been doing a huge work, and therefore we are going ahead. Now the next few months, our focus is on patient care, and therefore in context of the training, I will come to this hospital setting and the activities all of you are undertaking. Our field functionaries, they are working day and night related to how we can reduce the transmission of COVID. And with their field activities, we are engaging with the community, and we are taking along people to our side and going forward. But at the same time, if there are people who will be needing care, they will end up into hospital setting. We are the only state in the country who have done 5-layered treatment and care facilities. And that was made possible only because of your involvement. We are having patients at their respective homes. We are having patients into domiciliary care center. We are having patients in CFLTC and CSLTC and COVID hospital. Not only in government setup, but also in private hospital. So in context of government setup, all of you have been monitoring, and therefore people are comfortable at their homes and also in the domiciliary care center or CFLTC. Otherwise, definitely people would have come ahead with a lot of complaints saying that, they are not getting due attention, etc. But again, the use of technology and having a telemedicine in place and also telecounseling, I think your other colleagues from the field are doing a huge service so that we are able to monitor what actually is happening to patient. Now, in this background, this one very important training which all of us are undergoing. And we have noticed that if the patient number is increasing, there will be also possibility that the virus will creep in among the elderly population and elderly with the morbidity. So as we have seen the data, in fact, if the age is more and also morbidity, the vulnerability also goes up. And therefore, we will always have a naturally percentage of the persons getting infected or a probability of getting infection will increase if the base active cases base is high. And therefore, there is a possibility that we may get a few more number of cases in our respective hospitals. And that is the role what we need to play, that whether we will keep our patient to the respective category, B category will remain B or go to A category, and C category remains stable and then come back. And with our step down efforts, in fact, gradually they recover and go back to their homes healthy and hearty. Now, in order to achieve that, we have noticed that we need to do a very focused training program regarding the intensive care. Now that is going on a, one side. Then there is another effort what we are taking is post-COVID care center. So from the treatment and care, that if anybody is contracting disease, in fact, they will be on the treatment track and they will come up to COVID hospital. And there, in fact, we are taking a lot of effort regarding intensivist grid and also doing a very qualitative service delivery. But after completion of this treatment and person becoming healthy and hearty, the next stage also starts. And that next stage is the COVID care centers, post-COVID care center. And therefore, these are the twin thing, in fact. As a health functionary, especially the clinicians
and the practicing doctors, all of you, at your respective level. In fact, we have been taking huge effort to see that the first leg is also uneventful and people are getting cured and they are going back to their respective home. But then when they go back, over a period of time, we are noticing that there are certain syndrome complexes which are coming up, and they may find it difficult. And therefore, we have done this again a very structured way, the post-COVID care center kind of a system. And regarding this thing, I think today's focus of the training will be on these aspects, and therefore we are going to establish now one of the most important initiative with a long-term vision, that we will have these service delivery outlets right at the grassroots level, and from there we will have a very good referral system, and only the people who will be needing referral services will come up to our tertiary care like a GH, DH, and also medical college hospital. Rest of the things we should succeed, and we will be able to deliver right at the grassroots level. So if we see the the trajectory of one becoming a patient and going through the treatment track, then after going up to the certain particular stage because of the treatment coming down, then discharge, and post discharge continuous kind of a follow up, if that we seamlessly do, so the care continuum continues, and with that very efficient system gets evolved. And that is what we collectively as a Kerala Health, as a team, we are planning to do. So it is indeed our I would say that we are having such a strong approaches at the field level, and the resourceful people like all of you, and therefore whatever we take as a strategy, those decisions to the near perfection gets implemented at the field level, and that is the strength of working together and taking things forward. This has been demonstrated by all of you, and therefore the trajectory after getting first patient, how fast the other states and the countries got lakhs of cases, that is there to see. But we, with a lot of resilience, in fact we are fighting at the root level so that the infection itself should not get transmitted to some other people. Therefore our numbers are still controllable, and we need not get bothered because of there are numbers. Today there may be 5,000, tomorrow maybe 10,000. But what we succeeded in doing is we created more than 55,000 beds outside the hospital setting through all our CFLTC, CSLTC, DCC mechanism. And because of this 55,000 beds, even if there is some numbers are increasing, we will be definitely succeeding in providing much needed qualitative care to the needy. And therefore our system will never get overwhelmed. So when we discuss with our Honorable Health Minister and Honorable Chief Minister, Madam has been a guiding force, and our Honorable Minister always is telling us that if we ensure that our care to elderly and care to people with morbidity is brought to the fullest level, we will definitely have a very good result at the end of our efforts. So with these few words, in fact, let me once again reiterate that we at the principal secretary level or at the management level, we value all your efforts in your respective institutions at right at the FHCs, PHC, Taluka Hospital, General Hospital, medical colleges in respective departments. And we look forward to your wholehearted, very innovative approaches while going forward for providing this much needed care and support, and to demonstrate that Kerala Health is having that resilience. And we are not only looking at the COVID, but we are also simultaneously looking at non-COVID disease burden. And over a period of time, mark my word, the whole world will be looking at how each of the places have managed and cope up not only COVID related activity, but even non-COVID related activity, and how were they faring in their non-COVID activity. And let me tell you this as a matter of pride, that all of you
and all our other colleagues who may not be present today, they have demonstrated not through words but through their indicators that there is a constant effort on each and every indicator which has been highlighted in SDG. So that is that kind of a strength all of us are having. Let us have a belief in ourselves and go ahead with this second phase of launching our attack with a huge vigor and drive out COVID from our beautiful Kerala. So all the best to all of you. And I will request now Dr. Divya and also our nodal officer Dr. Bipin, if he is present today, and Dr. Arvind to go forward in your training session. Thank you very much. All the best. സർ ഒന്ന് മോണ്ടലുക്കാസ്റ്റ് കൊടുക്കാവോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു പ്രത്യേകിച്ച് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്ക് അലർജിക് സിംറ്റംസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് അതിന് റോളൊന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പല സിംറ്റമാറ്റിക് മാനേജ്മെന്റിന്റെ പാർട്ടായിട്ട് ഈ മോണ്ടിലൂക്കാസ്റ്റും മോണ്ടിലൂക്കാസ് പ്ലസ് ലിവർ സെഡ്രസിനൊക്കെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ആൻജിൻ നെഗറ്റിവിറ്റിനെ പറ്റിയാണ്. അത് ഇപ്പം അത് ഒത്തിരി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വി ആർ ഇൻസിസ്റ്റിംഗ് ഓൺ ആൻജിൻ നെഗറ്റിവിറ്റി ഫോർ ഡിസ്ചാർജ്. അപ്പോൾ ഈവൻ അസിംറ്റമാറ്റിക് പേഷ്യൻസ് 1.5 മാസമായിട്ട് പല സെന്റേഴ്സിലും കിടക്കുന്നുണ്ട്. 48 hours കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ട്രെസ് ടു ദ ഡോക്ടർ ആസ് വെൽ ആസ് സ്ട്രെസ് ടു ദ പേഷ്യന്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സിവിയറിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. ഒരു കാറ്റഗറിയിൽ നമ്മൾ കാണുന്നത് ഇമ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ് ലൈക് CLD, CKD ഒക്കെ ആൻജിൻ പോസിറ്റിവിറ്റി ഈസ് പെർസിസ്റ്റിംഗ്. പക്ഷേ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. സിംറ്റമാറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ മൈൽഡ് കാറ്റഗറി എ പേഷ്യൻസിനൊക്കെ ഈ 1.5 months ആൻജിൻ പോസിറ്റിവിറ്റി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് 48 hours കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കാനേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ you can discuss with yourselves and can ask the patient to go for home quarantine. ഹോം ഐസൊലേഷനിൽ പോയിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ അത് യു നീഡ് ടു ഡിസ്കസ് വിത്ത് ദ പേഷ്യന്റ് ആൻഡ് ഡിസൈഡ്. അത് ഡിസ്ട്രിക്ട് ലെവലിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനത്തെ ചില പേഷ്യൻസിന് വേണ്ടി. നെക്സ്റ്റ് ഈസ് ഈ പോസ്റ്റ് കോവിഡിൽ ഡിസ്ഗ്ലൈസീമിയ മാനേജ് ചെയ്യാൻ ഇൻസുലിൻ തന്നെ വേണോ അല്ല OHA വേണോ എന്നുള്ളതാണ്. OHA ആയാലും മതി. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓൾസോ ഹാസ് ടു ബി ടാക്കിൾഡ്. സോ വൺ ഓഫ് ദ OHA ഹാസ് ടു ബി മെറ്റ്ഫോർമിൻ. അടുത്ത ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി ആയ ശേഷം അല്ലേ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ഹൈപ്പോക്സിക് പേഷ്യന്റിനെ അതൊക്കെ ശരിയായിട്ടല്ലേ നമ്മൾ വിടുന്നുള്ളൂ. പിന്നെ എന്തിനാണ് പോസ്റ്റ് ഡിസ്ചാർജ് സ്റ്റിറോയിഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ആക്ച്വലി 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, നമ്മളെ ഈ ചില പേഷ്യൻസ് അറിയാലോ, ICUയിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ 1 മാസമോ കഴിഞ്ഞാണ് പല പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഈ ഫൈബ്രോസിസ് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ പൾമണറി റീഹാബിലിറ്റേഷൻ ഒക്കെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും പലരെയും ഹോം ഓക്സിജനിലും അല്ലെങ്കിൽ CPAP മെഷീനിലൊക്കെ വിടുന്ന ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് മീൻസ് ടോട്ടലി നോർമൽ ആകുന്നവരെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാ ടെർഷ്യറി കെയർ സെന്റേഴ്സ് അല്ലെങ്കിൽ കോവിഡ് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസിലും ഒരു ബോർഡാണ് ഈ പേഷ്യൻസിനെ, ക്രിട്ടിക്കൽ ഇൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് ആവാം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ടീം ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു 3 weeks കഴിഞ്ഞിട്ടും ഇവിടെ ഓക്സിജൻ റിക്വയറിംഗ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഓൺ ഹോം ഓക്സിജൻ തന്നെ വിടുന്നുണ്ട്. അവരെയൊക്കെ ഓറൽ സ്റ്റിറോയിഡ്സ് ആയിട്ട് വിടുന്നത്. അത് ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ്. രണ്ടാമത്തെ കാറ്റഗറി അവർക്ക് ഓക്സിജൻ ഒന്നും വേണ്ട, പക്ഷേ എക്സേർഷണൽ ഡിസ്നിയ ഉണ്ട്. അപ്പൊ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇല്ല. പക്ഷേ ഈ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ പേഷ്യന്റിന്റെ മെന്റൽ ഹെൽത്തും കൂടെ നോക്കണം. ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിനെ കാട്ടിയും ചിലപ്പോൾ ഈ വീട്ടിലെ എൻവയോൺമെന്റ് ആയിരിക്കും പേഷ്യന്റ് കൺഡ്യൂസീവ് ഫോർ റിക്കവറി. അങ്ങനെയാണെങ്കിലും അവർ ബോർഡ് വിൽ ഡിസൈഡ് ദാറ്റ് പേഷ്യന്റ് ക്യാൻ ബി ഡിസ്ചാർജ് ആൻഡ് സെൻഡ് ടു ഹോം. അപ്പോഴേ നമ്മൾ ഓറൽ സ്റ്റിറോയിഡ്സ് ആയിട്ട് വിടും, പൾമണറി റീഹാബിലിറ്റേഷൻ ആയിട്ട് വിടും. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു കാറ്റഗറി A ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ B ആയിരിക്കാം. ആവുന്ന സമയത്ത് അവർക്ക് യാതൊരു പ്രശ്നമല്ല. നമ്മൾ എക്സേർഷണൽ ഡിസാച്ചുറേഷൻ ഒക്കെ നോക്കുമ്പോഴായിരിക്കും ചെറിയൊരു ഡിസ്നിയെ കാണുന്നത്. അങ്ങനെ ഒരു പേഷ്യന്റിനെ നമുക്ക് എക്സേർഷണൽ ഡിസാച്ചുറേഷൻ വെച്ച് മാത്രം നമ്മൾ ഇവിടെ അധികം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ക്ലിനിക്കലി സ്റ്റേബിൾ ആണ്. സാച്ചുറേഷൻ അറ്റ് റെസ്റ്റ് ഈസ് ആക്ച്വലി മോർ ദാൻ 94%. അത് മാത്രമേ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റിയിൽ പറയുന്നുള്ളൂ കേട്ടോ. എക്സേർഷണൽ ഡിസാച്ചുറേഷൻ മാറിയിട്ട് വിടാവും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരിടത്തും. സോ റെസ്റ്റിംഗ് സാച്ചുറേഷൻ എന്തായാലും 94-ന് മുകളിലായിരിക്കണം അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എക്സേർഷണൽ ഡിസാച്ചുറേഷൻ ഉണ്ട് എങ്കിൽ അവർക്കൊരു ലോ ഡോസ് സ്റ്റിറോയിഡ്സ് കൊടുത്തുവിടും. യു കനോട്ട് ആക്ച്വലി യൂണിവേഴ്സലൈസ് ദിസ്. സോ കേസ് ബൈ കേസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. നാലാമത്തെ ഒരു കാറ്റഗറി പേഷ്യൻ്റ് ഉണ്ട്. ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിറോയിഡ് കൊടുത്തിട്ടേ ഇല്ല. അതായത് അവർക്ക് എക്സേർഷണൽ ഡിസാച്ചുറേഷനും ഇല്ല, റെസ്റ്റിംഗ് ഡിസാച്ചുറേഷനും ഇല്ല. അവരെ നമ്മൾ വീട്ടിൽ വിട്ടു. വീട്ടിൽ വിട്ടിട്ട് ആണ് അവർ പടി കയറാൻ പോകുന്നത്. നമുക്കറിയാലോ 6 minute വാക്ക് ടെസ്റ്റിന്റെ ഈക്വലന്റ് അല്ല ഒരിക്കലും ഈ സ്റ്റേഴ്സ് കയറുന്നത്.
സ്റ്റെയർസ് കയറുമ്പോൾ എന്തായാലും ചില അറ്റ്ലീസ്റ്റ് ഒരു 1% to 2% ഓഫ് പീപ്പിൾ ഹു നെവർ ഹാഡ് എക്സോഷൻ ഡിസാച്ചുറേഷൻ വൈൽ ഇൻ ഹോസ്പിറ്റൽ ഈ പടി കയറുമ്പോൾ വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് പോസ്റ്റ് കോഡ് ഒന്നും പറയാൻ പറ്റില്ല, ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിസ്ചാർജ് ആണ് അവർ പറയുന്നത് പടിയെ കയറുമ്പോൾ. അവർക്ക് നമ്മൾ സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സ്റ്റിറോയിഡ്സിൽ ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ലെങ്കിൽ വി ആസ്ക് ദം ടു കം ബാക്ക് ആൻഡ് CT എടുത്ത് നോക്കാറാണ് ആക്ച്വലി പതിവ്. അപ്പൊ ഇതുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ ക്ലിനിക്കലി സ്റ്റേബിൾ ആയിട്ട് അല്ല വിടുന്നത്. അത് ഈ 4 സിനാറിയോയിലും ഇറ്റ് മേ ബി എ ബിറ്റ് ഡിഫറെന്റ്. അങ്ങനെയാണ് ഓരോ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാനല്ല പറഞ്ഞത്. ഇതൊരു ഫിസിഷ്യൻ ഓർ പൾമണോളജിസ്റ്റ് വിൽ ഹാവ് ടു ഡിസൈഡ്. ഇത് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലും ഡിസ്ചാർജിന് സമയത്ത് ഓറൽ സ്റ്റിറോയിഡ്സിനെ പറ്റി പറയാത്തതിന്റെ റീസൺ അത് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ട ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ്. അത് ഇനി എന്തെങ്കിലും കാണാതെ ഉണ്ടോ? ഡ്യൂറേഷൻ ഓഫ് പെർഫിനിഡോൺ എന്നുള്ള. സോ ഡ്യൂറേഷൻ ഓഫ് പെർഫിനിഡോൺ, ഡ്യൂറേഷൻ ഓഫ് നിൻഡിറ്റാനിബ്, അത് അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല. അങ്ങനെ അത് പൾമണോളജിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഫോഴ്സ് വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് ദേ വിൽ ഡിസൈഡ് ഓൺ ദ ഡോസ്. നമുക്കറിയാം 600 BD TID ഫോർ പെർഫിനിഡോൺ ആൻഡ് നിൻഡിറ്റാനിബ് 150 mg BD. So how long to give etc will be decided by the pulmonologist. അത് FEC PFT ഒക്കെ വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്താണ് ആക്ച്വലി ഡിസൈഡ് ചെയ്യുക. പിന്നെ റിഗാർഡിംഗ് നിൻഡിറ്റാനിബ് ഈസ് എ ന്യൂ ഡ്രഗ്. ന്യൂ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴാണ് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയത്. 4,500 rupees per month ആയത്. 150 mg BD ആണ്. ഏതൊരു പുതിയ ഡ്രഗ് വന്നാലും വി ഹാവ് ടു ബി എ ബിറ്റ് സ്കെപ്റ്റിക്കൽ. നമുക്ക് അതിന്റെ ഡ്രഗ് ഇന്ററാക്ഷനെ പറ്റി ഒന്നും നേരെ അറിയത്തില്ലായിരിക്കാം. സോ ഇന്ററാക്ഷൻ ചെക്കർ, അപ്പൊ പുതിയ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി ഡ്രഗ്സുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് മൊബൈലിലെ ആപ്സ് ആർ ദർ. ഇന്ററാക്ഷൻ ചെക്കർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മതി. ഡ്രഗ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സേ ഫോർ എക്സാമ്പിൾ ദ പേഷ്യന്റ് ഈസ് ഓൺ റിവറോക്സബാൻ ആൻഡ് ദ പേഷ്യന്റ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഓൺ നിൻഡിറ്റാനിബ്. സോ തമ്മിൽ ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആന്റികോയാഗുലൻസുമായിട്ടൊക്കെ ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ആൻറ്റിജൻ നെഗറ്റീവ് ആയാൽ ഇൻഫെക്ടിവിറ്റി ഉണ്ടോ? എസ്പെഷ്യലി സിംറ്റംസ് പെർസിസ്റ്റ് ആണെങ്കിൽ. ഓക്കെ, ബേസിക്കലി നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ്, ഇപ്പോഴേ ആൻറ്റിജൻ ബേസ്ഡ് ഡിസ്ചാർജ് പോളിസി ഉള്ള അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് കേരളം. അപ്പൊ അതില് നമുക്ക് അല്ലാതെ വാട്ട് ഡസ് WHO സേ, CDC സേസ് ഓർ ICMR സേ എന്ന് പറഞ്ഞാൽ മൈൽഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആഫ്റ്റർ 10 days പേഷ്യന്റ് ഇൻഫെക്റ്റീവ് അല്ല. അതായത് റെപ്ലിക്കേഷൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വൈറസ് 10 ദിവസത്തിന് ശേഷം ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർ ബേസിക്കലി വൈറൽ കൾച്ചർ വിൽ ബി സ്റ്റെറിക്. ഇപ്പൊ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്താലും പേഷ്യന്റ് ഇൻഫെക്റ്റീവ് ആയിരിക്കില്ല എന്നാണ്. അത് മൈൽഡിനാണ്. പക്ഷെ മോഡറേറ്റ് ഓർ സിവിയർ ആണെങ്കിൽ ദാറ്റ് ഈ 10 days ആയിരിക്കില്ല, 15 to 20 days ആണ്. അപ്പൊ അപ് ടു 20 days സംടൈംസ് ദ വൈറൽ കൾച്ചർ മേ ബി പോസിറ്റീവ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ പേഷ്യന്റ് ഇൻഫെക്റ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് നോക്കിയാൽ മതി. മൈൽഡ് ആണ്, കാറ്റഗറി A B ഒക്കെ ആണെങ്കിൽ 10 days ആൻറ്റിജൻ ചെയ്യും, എന്നിട്ട് 7 more days ഐസൊലേഷൻ ആണ്. അപ്പൊ ആ പീരീഡ് കവർ ചെയ്യും. അതേസമയം കാറ്റഗറി C ആണെങ്കിൽ 14th ഡേയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ക്ലിനിക്കലി സ്റ്റേബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് 7 days അറൌണ്ട് 20 days. ദാറ്റ്സ് ബേസിക്കലി ലോജിക്. ഓക്കെ, പിന്നെ yesterday there was a beautiful publication saying that ഈ ആന്റിജൻ ആന്റിജൻ നെഗറ്റീവ് ആയിട്ട് PCR പോസിറ്റീവ് ആകുന്ന പേഷ്യൻസിന്റെ ഇൻഫെക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ആർ സിംറ്റമാറ്റിക് ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ PCR ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റഡി പറയുന്നത് ഈ ആന്റിജൻ നെഗറ്റീവ് PCR പോസിറ്റീവ് ആണെങ്കിൽ ചില ഇൻഫെക്ടിവിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇൻഫെക്ടിവിറ്റി ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ആന്റിജൻ പോസിറ്റിവിറ്റി എന്ന രീതിയിലുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് ആ പറയുന്നത്. അപ്പം ആന്റിജൻ നെഗറ്റീവ് ആയി കഴിഞ്ഞ് സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്താലും ദ ചാൻസ് ഓഫ് യു ബീയിങ് ഇൻഫെക്റ്റീവ് ഈസ് ആക്ച്വലി ലെസ്. എന്നാലും ആ ഒരു സേഫ്റ്റി പീരീഡ് ഒരു 7 days കൂടെ ഐസൊലേഷൻ, ലിമിറ്റഡ് ഐസൊലേഷൻ പറയുന്നത് ആ ഒരു സേഫ്റ്റി നെറ്റിന് വേണ്ടി തന്നെയാണ്. എനി റോൾ ഓഫ് സ്റ്റാർട്ടിങ് ആന്റിഫൈബ്രോട്ടിക്സ് ഏർലി ഇൻ കോവിഡ്? ഓക്കെ, അത് നോ റോൾ എന്ന് തന്നെയാണ് കേട്ടോ. ദർ ഇസ് നോ റോൾ ഇൻ സ്റ്റാർട്ടിങ് ആൻ ആന്റിഫൈബ്രോട്ടിക് ഏർലി ഇൻ കോവിഡ്. ഓക്കെ, ആ ഒരു പീരീഡിന് ഫൈബ്രോസിസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രഗാണ് സ്റ്റിറോയിഡ്സ്. പക്ഷെ സ്റ്റിറോയിഡ്സ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാവൂ. എന്ന് വെച്ചാൽ ബേസിക്കലി ഒന്ന് അനാവശ്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും, ഗ്ലൈസമിക് കൺട്രോൾ, അതെല്ലാം കൂടെ ഡീറേഞ്ച്ഡ് ആണ്. സോ സ്റ്റിറോയിഡ് ദർ ഹാസ് ടു ബി ഡിഫറെന്റ് ഇൻഡിക്കേഷൻ ഓൺലി സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്. ആന്റിഫൈബ്രോട്ടിക്സ് ഏർലി ഫേസിൽ ദർ ഇസ് നോ റോൾ. വേറൊരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഹെമറ്റോളജിക് മാനിഫെസ്റ്റേഷൻസ്. സോറി ഞാൻ പറയാൻ പറ്റും. ഹെമറ്റോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് COVID-19 ടു ബിഗിൻ വിത്ത് ചോദിച്ചിരിക്കുന്ന ITP-നെ പറ്റിയും ഹീമോലിറ്റിക് അനീമിയനെ പറ്റിയാണ്. അത് വരുന്ന മുമ്പ് നമ്മൾ ഹെമറ്റോളജിക്കൽ മാനിഫെസ്റ്റേഷൻ യൂഷ്വലി കാണുന്നത് ലിംഫോസൈറ്റോപീനിയ ആണ് ഇതിന്റെ ഹോൾ മാർക്ക്. ദാറ്റ് ഈസ് T cell apoptosis ഉണ്ടാകുന്നുണ്ട്. ദർ ഈസ് എ ലിംഫോസൈറ്റോപീനിയ. ലോവർ ദ ലിംഫോസൈറ്റ് കൗണ്ട് the worse is the prognosis. അതായത് absolute lymphocyte count less than 800 ആണെങ്കിൽ outcome is bad. And you also know about NLR, that is neutrophil lymphocyte ratio.
this neutrophil lymphocyte ratio more than 3.13 ആണെങ്കിൽ ഇറ്റ്സ് എ ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ. അത് നോക്കേണ്ടത് സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം. സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെല്ലാവരും നോക്കുന്നതിൽ വലിയ അർത്ഥമില്ല. രണ്ടാമത്തത് ദ റിസ്ക് ഓഫ് ITP. അപ്പോൾ ഇത് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ വി ഹാവ് മെനി പേഷ്യൻസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ. ചില ആൾക്കാർക്ക് നമ്മൾ യൂഷ്വലി ലിറ്ററേച്ചർ പറയുന്നത് 50,000 താഴത്തില്ല എന്നാണെങ്കിലും വി ഹാവ് സം പേഷ്യൻസ് വിത്ത് 20,000 25,000 ഒക്കെ ആയിട്ട് പേഷ്യന്റ് കാണാറുണ്ട്. ബട്ട് ഓൾ ഓഫ് ദം ഡു റെസ്പോണ്ട് ടു സ്റ്റിറോയിഡ്സ്. സോ ബേസിക്കലി വി ക്യാൻ അസ്യൂം ദാറ്റ് ഈസ് എൻ ഇമ്മ്യൂൺ മെക്കാനിസം. ഇതുവരെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് അക്യൂട്ട് ഫേസിലാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മേ ആക്ച്വലി പെർസിസ്റ്റ് ഇൻ ടു ദ മേ ബി അറൌണ്ട് സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്ക് വരെ പോവാം. അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡിൽ ഇതൊന്നും ത്രോംബോസൈറ്റോപീനിയ ഇല്ലാതിരുന്ന ഒരു പേഷ്യന്റ് 21 ഡേയ്സിന് ശേഷം ത്രോംബോസൈറ്റോപീനിയ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ആക്ച്വലി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഹീമോലിറ്റിക് അനീമിയ is actually described. യൂഷ്വലി വാം ആന്റിബോഡി ഹീമോലിറ്റിക് അനീമിയ ഡിസ്ക്രൈബ്ഡ് ആണ്. കോൾഡ് ആന്റിബോഡി കുറച്ച് റെയർ ആണ്. സോ അത് നമ്മൾ യൂഷ്വലി നമ്മുടെ SLE അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ബൈ കോവിഡ് ഇറ്റ്സെൽഫ് വി ഹാഡ് പേഷ്യൻസ് വിത്ത് വാം ആന്റിബോഡി ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയ. ദാറ്റ് ഓൾസോ വിൽ റെസ്പോണ്ട് ടു സ്റ്റിറോയിഡ്സ്. പക്ഷേ ഇത് ഒരു പോസ്റ്റ് കോവിഡ് ആയിട്ടല്ല ആക്ച്വലി കണ്ടിട്ടുള്ളത്. ഇത് കണ്ടിട്ടുള്ളത് ഈ അക്യൂട്ട് കോവിഡിന്റെ കൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഡോസേജ് ഓഫ് സ്റ്റിറോയിഡ് ഇൻ മിസ. ഈ മിസയുടെ that if you search the literature, നമ്മുടെ കേരളം ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ അല്ല ആക്ച്വലി ലിറ്ററേച്ചർ ഈസ് നോട്ട് വെരി ക്ലിയർ ഓൺ മിസ. അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി വളരെ ക്ലിയർ അല്ല. എന്നാലും the മീഡിയപ്രിന്റെ ഡോസ് ഈസ് അറൌണ്ട് 1.5 to 1 gram ലോഡിംഗ് ഡോസ് ഫോളോഡ് ബൈ അറൌണ്ട് 1 gram for 3 to 5 days. റെസ്പോൺസ് അല്ലെങ്കിൽ IVIG-ലോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. MISC-നെ പോലെ അത്രത്തോളം ലിറ്ററേച്ചർ MISA-ക്ക് ഇല്ല. ഓക്കെ. So basically you just go by the criteria given in our protocol, and the treatment will be the methylprednisolone pulsing. It is 1.5 to 1 gram for around 3 to 5 days. So the dosage of steroids, dose of pirfenidone in post-COVID fibrosis 600 milligram BD/TAD. Okay. എല്ലാം കഴിഞ്ഞല്ലോ. സർ, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നത് 24 days ആയിട്ട് നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റ് ആയിരുന്നു OP-ൽ വന്നത്. 24 days കഴിഞ്ഞിട്ട് മൈൽഡ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, പ്രൊഡക്റ്റീവ് കോഫാണ് പേഷ്യന്റ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ പേഷ്യൻസ് റീഇൻഫെക്ഷൻ ഒരു ചാൻസ് ഡൗട്ട് ഉണ്ടോ സർ? അതോ പോസ്റ്റ് കോവിഡ് തന്നെ ആയിരിക്കും? അത് നമുക്ക് 2-3 ആസ്പെക്ട്സ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാം നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് എടുക്കണ്ട. എന്ന് വെച്ചാൽ നമ്മളെ ഒരു വൈറൽ ന്യൂമോണിയ വരുമ്പോൾ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ലോസ്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പൊ ആദ്യം ആ രീതിയിലൊക്കെ നോക്കുക. ക്ലിനിക്കലി പ്രിവലൻസ് സ്യൂട്ടമാണ്, സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് നോക്കുക. എല്ലാം നമ്മൾ പോസ്റ്റ് കോവിഡ് ആയിട്ട് വിചാരിക്കേണ്ട. ഇത് ഈ ജസ്റ്റ് ലൈക്ക് H1N1 കഴിയുമ്പോൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന പോലെ ഇതിലും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുക. രണ്ടാമത്തെ റീഇൻഫെക്ഷന്റെ കാര്യം. റീഇൻഫെക്ഷൻ ഈസ് എ റിയാലിറ്റി വി നോ. ബട്ട് ദെൻ ഈ വേൾഡിൽ 3 crore റീഇൻഫെക്ഷൻസിന്റെ കേസസ് ആക്ച്വലി വളരെ വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ വി ഹാഡ് പ്രൂവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം യു നീഡ് ടു ഡു എ ജീനോമിക് സീക്വൻസിങ്. അവർ ഫസ്റ്റ് സ്പെസിമെൻ സ്റ്റോർഡ് ആയിരിക്കണം. പോസിറ്റീവ് കൂടെ ചേർത്ത് വിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാലേ ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാലും പറയുന്നത് ഒരു 3 months വരെയൊക്കെ അവർ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റീഇൻഫെക്ഷൻ തന്നെയാണ്. ഈ വിത്തിൻ 1 month, വിത്തിൻ 1.5 months ഒക്കെ ആയിട്ട് വരുന്നത് മിക്കവാറും ഒരു കണ്ടിന്യൂമോ അല്ലെങ്കിൽ അതിന്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ആയിരിക്കാം. അത് ഒരു 2 months ശേഷം വരുന്നതിനെ മാത്രമായിട്ട് റീഇൻഫെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതും PCR വെച്ച് ദയവ് ചെയ്ത് കൺസിഡർ ചെയ്യരുത്. കാരണം PCR RNA ഷെഡിങ് ദാറ്റ് കുഡ് ബി ഇന്റർമിറ്റന്റ് വിച്ച് ക്യാൻ ലാസ്റ്റ് ഫോർ അറൌണ്ട് 3 to 4 months വരെ പോകാൻ പറ്റും. പലരും പറയുന്നത് PCR നേരത്തെ നെഗറ്റീവ് ആയി പിന്നിപ്പം ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് എന്നും പറഞ്ഞാൽ അത് കാര്യമില്ല. കാരണം വെച്ചാൽ ഇറ്റ് കുഡ് ബി RNA ഷെഡിങ് കുഡ് ബി ഇന്റർമിറ്റന്റ് ഓൾസോ. അപ്പൊ എന്തായാലും 104 ദിവസം വരെ RNA ഷെഡിങ് ഡിസ്ക്രൈബ്ഡ് ആണ്. റീഇൻഫെക്ഷൻ PCR പോസിറ്റിവിറ്റി വെച്ച് ഈ പീരീഡിനുള്ളിൽ പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതേസമയം ഒരു 2.5 മാസമായിട്ട് ഒരു ആൻജിൻ പോസിറ്റീവ് ആയിട്ട് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് റീഇൻഫെക്ഷൻ ആക്ച്വലി പറയേണ്ടി വരും. ബട്ട് ദെൻ അത് ഒരു പേര് മാത്രമാണ് ഈ റീഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എവറിത്തിങ് ഈസ് ദ സെയിം. ആൻഡ് വി ഡോണ്ട് ഹാവ് ഇനഫ് ഡേറ്റ ടു സേ ദാറ്റ് ഡെങ്കിനെ പോലെ ആന്റിബോഡി ഡിപ്പെൻഡ് എൻഹാൻസ്മെന്റോ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻഫെക്ഷൻ ഈസ് മോർ സിവിയർ ദാൻ ദ ഫസ്റ്റ് ഇൻഫെക്ഷൻ എന്നോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഇൻഫെക്ഷൻസ് അസിംറ്റമാറ്റിക് ആണെങ്കിൽ സെക്കൻഡ് ഇൻഫെക്ഷൻ എന്ത് സിംറ്റം വന്നാലും ഇറ്റ് വിൽ ബി കൗണ്ടഡ് ആസ് മോർ സിവിയർ. അതുപോലെ ഉള്ളൂ. അല്ലാതെ സെക്കൻഡറി ഡെങ്കി പോലെ ആന്റിബോഡി ഡിപ്പെൻഡ് എൻഹാൻസ്മെന്റ് ഈസ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ഇൻ COVID-19. Reinfection gives just one message. Even if you had one bout of COVID-19, you need to practice your universal masking and hand hygiene. എന്നുള്ളത് മാത്രമേ ആക്ച്വലി ഉള്ളൂ. ഞാൻ WNC കണ്ണൂരിലാണ്. സർ, ഞാൻ ഡോക്ടർ നരേന്ദ്ര ആണ്. എൻ്റെ വൈഫ് ഡോക്ടർ സ്വപ്നയാണ്. ഷീസ് എൻ ENT സർജൻ.
She also got COVID, and while doing her COVID duty, I also got COVID while transmitting. My son also got. My servant also got. I started taking duties from here. Now I am feeling. Earlier I had the breathlessness. Now I am slightly improving my exercise tolerance. Now my question is, how long this exercise tolerance will continue? ബേസിക്കലി എക്സോഷണൽ ഡിസ്നിയ, എക്സോഷണൽ ഇൻടോളറൻസ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് സാർ ചോദിച്ചത് അല്ലേ? അതല്ലേ സാർ ഉദ്ദേശിച്ചത്? എക്സോഷണൽ ഡിസ്നിയ എത്ര നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നല്ലേ ഉദ്ദേശിച്ചത്? സാർ അത് ആക്ച്വലി നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, സാറിന്റെ CT വല്ലതും എടുത്തിട്ടുണ്ടോ സാറേ? CTയിൽ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. മിനിമൽ പീരീഡ് ഉണ്ടായിരുന്നുള്ളൂ സാർ. ഐ ബിക്കേം നെഗറ്റീവ്. സാറിന് മറ്റേ ഈ CT തൊറാക്സ് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല സാർ. ഇല്ല, ഓക്കെ. സാറിന് എടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് CTയിൽ നമ്മൾ ഈ സിവിയറിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് നമുക്കൊരു ഇത് പറയാൻ പറ്റും, 2 months 3 months എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ സാറിന് മൈൽഡ് ഇൻവോൾവ്മെന്റ് ആണ്. സോ ഈ പൾമണറി റീഹാബിലിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വെച്ചിട്ട് വിത്തിൻ ഒരു 1.5 to 2 months ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. മറ്റേ സാർസിന്റെ ഒരു ഇത് കോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഉള്ള, അതായത് ഒരു സിവിയർ പാരൻകൈമൽ ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാർക്ക് ഇറ്റ് മേ ബി ഇയേഴ്സ് ബിഫോർ ദ FVC, ഫോഴ്സ് വൈറ്റൽ കപ്പാസിറ്റി ബിക്കംസ് നോർമൽ. സാറിനൊക്കെ ഒരു 1.5 months to 2 months കൊണ്ട് ബാക്ക് ടു നോർമൽസി എത്തും. ഈ കോവിഡ് ആയി കഴിഞ്ഞാല് ഈ കേസസ് സർജറി ചെയ്യാൻ പറ്റും. പേഷ്യന്റ് തിരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ എലക്ടീവ് കേസസ് ആൻഡ് എമർജൻസി ചെയ്യാൻ പറ്റും. എത്ര ഇതിനെ പറ്റി സാറേ ഇത് ഓക്കെ സാർ, ഇത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. ഇത് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് കേസ് എലക്ടീവ് കേസ് എടുക്കാം. എലക്ടീവ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു 14 days ആഫ്റ്റർ റിക്കവറി എടുത്താൽ മതി. പേഷ്യന്റ് ഐസൊലേഷൻ കഴിഞ്ഞിട്ട് 14 days കഴിഞ്ഞിട്ട് ഇലക്ടീവ് കേസ് എടുത്താൽ മതി. എമർജൻസി അല്ലെങ്കിൽ സെമി എമർജൻസി കേസിൽ അത് വി നീഡ് ടു, നമുക്ക് അങ്ങനെ ഒരു 14 days ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരും. നമ്മൾ ഡെഫിനറ്റ്ലി കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് സർജറി ചെയ്യരുതെന്ന് പറയുന്നത് ഈ സർജിക്കൽ ഔട്ട്കംസ് മേ ബി പുവർ ഇൻ കോവിഡ് പേഷ്യൻസ് പറഞ്ഞ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് അപ്ലൈ ആഫ്റ്റർ റിക്കവറി. ഒരു കാര്യമുള്ളൂ, നമ്മൾ എമർജൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിൽ ബി ബെറ്റർ ടു ഗെറ്റ് എ ഫിറ്റ്നസ് ഫ്രം ദ റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് കാർഡിയോളജി ബിഫോർ യു പ്രൊസീഡ് വിത്ത് ദ സർജറി. എലക്റ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 14 days ടോട്ടൽ കഴിഞ്ഞ് 14 days ശേഷം എടുത്താൽ മതി. എമർജൻസിക്ക് സമയം എമർജൻസിക്ക് ഇത് പറയാൻ പറ്റില്ല. പിന്നെ അനദർ തിങ് ഈസ് ദാറ്റ് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇങ്ങനെ വരുമ്പോൾ പിന്നെയും PCR ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. PCR will be positive. Once you are declared cured, it is better not to do PCR. It does not serve any purpose. One patient not improved with clonazepam or alprazolam. What to do? Psychiatric consultation. Okay. Definitely ഒരു ഒപ്പീനിയൻ എടുക്കാൻ തെറ്റൊന്നും ഇല്ല. ഈ ചില ആൾക്കാർ ഈ മൊഡാഫിനിലൊക്കെ കൊടുക്കാറുണ്ട്. ഡെഫിനറ്റ്ലി മൊഡാഫിനിലല്ല, മെലാറ്റോണിൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ സെയിം സിറ്റുവേഷന് വേണ്ടി. അതിന് എവിഡൻസ് ഒന്നും ഇല്ല. ക്ലോണാസിപ്പാം അൽപ്രാസോളം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് നോ പ്രോബ്ലം. സോ ഗൈഡ് ലൈൻസ് ഫോർ റീഇൻഫെക്ഷൻ RT-PCR ടെസ്റ്റിംഗ് അല്ലേ അത് ആക്ച്വലി നമ്മൾ ഇത് ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ്. കാരണം ഈ 3 months ശേഷമാണ് RT-PCR നമ്മൾ ചെയ്യാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ പല റീഇൻഫെക്ഷൻ 3 months തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് RT-PCR കഴിഞ്ഞാൽ ഇത് ഷെഡിങ് ആണോ അല്ലേന്ന് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ആൻജിൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് വിൽ കം സൂൺ. ഹാസ് സലൈൻ ഓർ ബീറ്റാഡിൻ ഗാർഗ്ലിംഗ് ഇൻ പോസ്റ്റ് കോവിഡ് എനി റോൾ? ഇത് ചോദിക്കുന്നത് ഡെഫിനറ്റ്ലി പോസ്റ്റ് കോവിഡില് ഈ തൊണ്ടവേദന ഉള്ള ആൾക്കാർക്ക് സലൈൻ ഗാർഗ്ലിങ്ങും ബീറ്റാഡിൻ ഗാർഗ്ലിംഗ് ഒക്കെ കൊടുക്കാം. ഈ അക്യൂട്ട് കോവിഡ് ഉള്ള സമയത്ത് ഈ ബീറ്റാഡിൻ ഗാർഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ടിവിറ്റി കുറയും എന്നൊക്കെ പറഞ്ഞ് കുറെ പബ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാലും അതൊന്നും ഒരു നമ്മള് അക്യൂട്ട് കോവിഡിൽ ബീറ്റാഡിൻ ഗാർഗിൾ കൊടുക്കുന്ന ഈ തൊണ്ടവേദന സോർത്തോട്ട് പറയുന്നവർ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് കോവിഡില് സിംറ്റമാറ്റിക് മാനേജ്മെന്റിന്റെ പാർട്ടായിട്ട് യു ക്യാൻ യൂസ് സലൈൻ ഓർ ബീറ്റാഡിൻ ഗാർഗിൾ, നോ ഹാം. ഹലോ സർ, എൻ്റെ പേര് ഡോക്ടർ വിശ്വകരനാണ്. ഞാൻ ആസ്മാരിക്ക. അപ്പോൾ കോവിഡ് ഡ്യൂട്ടീസ് ഒക്കെ വരാറുണ്ട്. കാര്യമല്ല, റെഗുലറായിട്ട് മൾട്ടിഡോസ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെത്ത്ലെസ്നെസ് ആണല്ലോ. അതിൻ്റെ അടുത്ത് ഈ മൾട്ടിഡോസ് ഇൻഹേലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ
ഐ മീൻ ഈ ഓക്കെ, നമ്മളെ ആസ്മാറ്റിക്സിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ ഈ പൾസ് ഓക്സിമെട്രി ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. കാരണം ഈ ആസ്മാറ്റിക്സിന് ഒരു കോംപ്ലേസൻസി ഉണ്ട്. കാരണം ഈ ശ്വാസം വിട്ട് വരുമ്പോൾ ആസ്മ എക്സസർവേഷൻ ആണെന്ന് വിചാരിക്കും. നമുക്ക് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. കാരണം വെരി യങ് പേഷ്യൻ, 38-year-old 2 patients died because they were asthmatics. കാരണം അവർ വീട്ടിലങ്ങിരുന്നു. എന്നിട്ട് ഈ ശ്വാസം മുട്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടും they were referred to medical college but they went home. അങ്ങനത്തെ അവര് ഈ പൾസ് ഓക്സിമീറ്റർ ഇല്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു. അവര് ഈ ആസ്മ എക്സസർവേഷൻ എന്ന് പറഞ്ഞിരുന്നു. വന്ന സമയത്ത് ARDS-ലായിരുന്നു. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ശ്വാസം മുട്ട ആസ്മയാണെന്ന് വിചാരിക്കാതെ വി ഹാവ് ടു എറർ ഓൺ ദ സൈഡ് ഓഫ് കോഷൻ എന്ന് മാത്രം എടുത്താൽ മതി. അല്ലാതെ ആസ്മൽ പേഷ്യൻസിന് കോവിഡ് ആയിട്ട് നേരത്തെ വന്നിട്ടുള്ള ആരുടെയും ഔട്ട്കം ബാഡ് അല്ല. COPD, എംഫസീമ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതിന്റെ കാരണം ഓൾറെഡി ഡാമേജ് ലങ് ആയതുകൊണ്ട് ഈ NIV അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു പ്രശ്നം ആസ്മാറ്റിക് പേഷ്യൻസിന് ഇല്ല. നിയോനറ്റൽ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ മദർ ഇൻഫെക്റ്റഡ് ആയാൽ? ഒരു ചോദ്യം വന്നിരിക്കുന്നു സർ. Okay, I may not be the right person to answer this. Okay, നിയോനേറ്റോളജിയിൽ നമുക്ക് ഇതുവരെ വലിയ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. സോ നമ്മുടെ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ചെയർമാൻ തന്നെ ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പം ഈ നിയോനേറ്റോളജിയിൽ മദർ ഇൻഫെക്റ്റ് ആണെങ്കിലും അവർക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ ആക്ച്വലി പെട്ടിട്ടില്ല. ഈ പീഡിയാട്രിക് പോപ്പുലേഷനിൽ നമ്മുടെ കേരളത്തിൽ ഡെത്ത് ആയിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം മാൽ ന്യൂട്രീഷൻ ഉണ്ടായിരുന്നു, പിന്നെ സീഷർ ഡിസോർഡർ, കൺജന്റൽ ഹാർട്ട് ഡിസീസ്, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പീഡിയാട്രിക് ഇതിൽ വലിയൊരു ഇഷ്യൂ അല്ല. MISC-നെ പറ്റി വി ഷുഡ് ബി അവെയർ, അത്രേ ഉള്ളൂ. MISC ആയിട്ട് വെരി സിക്ക് ആയിട്ട് വന്ന പിള്ളേരൊക്കെ ICU-ലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സിൻസ് MISC വാസ് ഡയഗ്നോസ്ഡ് ദേ കുഡ് ബി സേവ്ഡ് വിത്ത് IVIG. അല്ല, ന്യൂറോളജി പെർസെ വലിയ പ്രശ്നം കണ്ടിട്ടില്ല. ഇഫ് ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് COVID-19 ഈസ് ഷോർട്ട് ലാസ്റ്റിംഗ്, ഹൗ ഈസ് വാക്സിൻ ഗോയിങ് ടു ഹെൽപ്പ്? ഓക്കെ, അതിൽ ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഇൻഫെക്ഷൻ ശേഷവും ദർ ഈസ് എൻ ഇനിഷ്യൽ ഒരു ബേസ്റ്റ് ഇൻ IgG ദാറ്റ് വിൽ ആക്ച്വലി ഡിക്ലൈൻ. നമ്മളിപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമുക്ക് വൺസ് യു സേ ദാറ്റ് തേർഡ് ഡോസിന് ശേഷം വി ചെക്ക് അവർ ടൈറ്റർ. അത് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 10 we will say you are immune, അല്ലെങ്കിൽ 100 എടുക്കുക. എന്നിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞ ശേഷം വെൻസ് യു ആർ ഗെറ്റിംഗ് എ ഹെപ്പറ്റൈറ്റിസ് ബി പ്രിക്, ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ടൈറ്റർ ഒന്നും നോക്കേണ്ടതാണ്. കാരണം based on the titer, means after the third dose of vaccine, after 1 month we are checking our titer. A titer വെച്ച് you are immune or non immune എന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ഇമ്മ്യൂൺ ആണെങ്കിൽ യു ആർ ഇമ്മ്യൂൺ ഫോർ ലൈഫ് എന്നുള്ളതാണ്. 6 വർഷം കഴിഞ്ഞ് പ്രിക്ക് കിട്ടുമ്പോൾ നമ്മൾ ടൈറ്റർ ലെസ് ദാൻ 10 ആണെങ്കിലും this is act as a booster only. ഉദ്ദേശിച്ചത് ഏതൊരു ഇൻഫെക്ഷൻ ആണെങ്കിലും ദിസ് ആന്റിബോഡി ടൈറ്റേഴ്സ് വിൽ ഡിക്ലൈൻ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം. ഈ കൊറോണ വൈറസിലെ നമ്മൾ ഈ സാർസും മെർസും ഈ കോവിഡും അല്ലാതെ 4 ഹ്യൂമൻ കൊറോണ വൈറസസ് ഉണ്ട്. അത് സീസണൽ ആണ്. 30% of respiratory infections അല്ലെങ്കിൽ കോമൺ കോൾഡ് ഈസ് സപ്പോസ് ടു ബി ഡ്യൂ ടു ഹ്യൂമൻ കൊറോണ വൈറസ് എന്നാണ്. അതിന്റെ ഇമ്മ്യൂണിറ്റി 6 to 12 months ആക്ച്വലി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ 2 ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ആന്റിബോഡി ഡിക്ലൈൻ ഉണ്ടായാലും ദ T cell responses will be robust എന്നാണ് പറയുന്നത്. ഈ T cell responses റോബസ്റ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെയും ഈ സെക്കൻഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റീഇൻഫെക്ഷൻ വന്നാലും ഇൽനെസ്സിലോട്ട് പോകത്തില്ല. ഇറ്റ് മേ നോട്ട് ബി എ സിവിയർ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് this vaccine means the antibody decline may not actually hamper the chances of a vaccine പറയുന്നത്. കാരണം വാക്സിനിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഡോസ് ഓഫ് വാക്സിൻ ആയിരിക്കും പലപ്പോഴും കൊടുക്കുക. കാരണം നമുക്ക് നാച്ചുറൽ ഇൻഫെക്ഷൻ വരുന്ന എല്ലാവർക്കും ഒരേ ഇനോക്കുലം ലോഡ് ആയിരിക്കില്ല. ചിലപ്പം ഒരു മൈൽഡ് ഇനോക്കുലം ലോഡ് തന്നെ ഇൻഫെക്ഷൻ വരുന്ന അസിംറ്റമാറ്റിക് പോകുന്ന ആൾക്കാർ കാണും. വാക്സിന്റെ പ്രോസ്പെക്ട്സിന് ഇതത്ര ബാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ ഈ വാക്സിനെ പറ്റിയുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് കൂടെ അറിയണം. US FDA പറഞ്ഞിരിക്കുന്നത് 50% എഫിക്കസി ഉള്ള വാക്സിൻ ആണെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുക, H1N1 വാക്സിൻ, അതിന്റെ എഫിക്കസിയും 1 വർഷം പോലും 50% മുകളിലല്ല. S3N2 എഫിക്കസി ആക്ച്വലി ഇറ്റ് വാസ് ലെസ് ദാൻ 20%. ബട്ട് സ്റ്റിൽ അത് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇൻഫെക്ഷൻ വന്നാലും പേഷ്യന്റ് സിവിയറിറ്റിയിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ കോവിഡ് വാക്സിനും അങ്ങനെ ഒരു റോൾ ഡെഫിനറ്റ്ലി കാണും. എന്ന് വെച്ചാൽ ഇൽനെസ് വിൽ ബി പ്രിവെന്റഡ് ഓർ ദ കോംപ്ലിക്കേഷൻസ് വിൽ ബി പ്രിവെന്റഡ്. അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഹോപ്പ് ലൈക്ക് ദാറ്റ്.